അവിടെ എല്ലാം നമ്മൾ കഴിഞ്ഞു. ഓക്കെ, തുടങ്ങാം മോനെ. റെക്കോർഡിങ്ങിലാണ്. എല്ലാ ദൈവമക്കളെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവസഭയിലുള്ളവരെയും ഓൺലൈനിൽ കൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവരെയും ഒക്കെ കർത്താവിൽ വന്ദനം ചെയ്യുക. നമ്മൾ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ്റെ അനേക വിഷയങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ എന്തുവാ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടെ ആരെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ അത് പറഞ്ഞുകൊണ്ട് മുമ്പിലോട്ട് പോകട്ടെ. ഒരു പ്രാവശ്യം കൂടെ മുമ്പിലോട്ട്. ദൈവത്തിൻ്റെ കാവലില്ലാതെ ഒറ്റ വ്യക്തികൾക്ക് വളരാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കാവൽ. ഇന്ന് നമ്മളിവിടെ നമ്മുടെ ഈ രാജ്യം നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ രാജ്യത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തോടെ നടക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാരണം രാവും പകലും ഇവിടെ ബൗണ്ടറി കാക്കുന്ന സൈനികരുണ്ട്, അല്ലേ? എല്ലാ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള കാവലുണ്ട്. ആ കാവലിൽ വിള്ളൽ വീണാൽ രാജ്യത്ത് അവിടെ ഇവിടെ ബോംബിങ് പ്രശ്നങ്ങൾ, അല്ലേ, ടെററിസം, അവിടെ ഇവിടെ എല്ലാം പ്രശ്നമാണ്. രാജ്യമാകപ്പാടെ വല്ലാതാവും. രാജ്യത്തിൻ്റെ GDP പോവും. രാജ്യത്തിൻ്റെ എല്ലാം തകരും. ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പറയും. ഇതുപോലെ ദൈവം നിങ്ങളെ ആക്കിയ ഈ ഭൂമിയിൽ വിളിച്ചപ്പോൾ ദൈവം നിങ്ങൾക്കൊരു കാവൽ തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ കാവലിനകത്ത് മാത്രമേ നമ്മൾ ഓടാവൂ, പോകാവൂ, ശുശ്രൂഷിക്കാവൂ. ഇവൻ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കാവലുമാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളായ നിങ്ങൾക്കും വേണം കാവൽ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തൊട്ട് നിങ്ങൾക്കുള്ള സകലത്തിനും വേണം പകൽ കാവൽ വേണം. ബൈബിൾ അത് ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ നിങ്ങൾ ആരെയെങ്കിലും ഒരാളെ എനിക്ക് കാണിച്ചത്, ഒറ്റ വ്യക്തിയെ കാണിച്ചത്, കാവലില്ലാതെ വളർന്ന ഒരു വ്യക്തിയെ കാണിച്ചത്, ഒരു വ്യക്തിയെ കാണിച്ചത്. നിങ്ങൾ ആരുടെ പേര് പറഞ്ഞു? ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആദാമിൻ്റെ പേര് തൊട്ട് നിങ്ങൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞു വയ്ക്കും. സഭയാകട്ടെ, ഇസ്രയേലാകട്ടെ, ദേശമാകട്ടെ, രാജാക്കന്മാരാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, ആരുടെ പേര് പറഞ്ഞു? അവരെല്ലാം വളർന്നതിൻ്റെ പിന്നിലുള്ള കാരണം, അവരനുഗ്രഹിക്കപ്പെടാനുള്ളതിൻ്റെ കാരണം എന്തായിരുന്നു? അവർക്ക് ചുറ്റും ദൈവത്തിൻ്റെ സുരക്ഷയുണ്ട്, കാണപ്പെടാത്ത സുരക്ഷ. നമ്മൾ സങ്കീർത്തനത്തിൽ ഓരോന്നോരോന്ന് പഠിക്കുക. ഓരോ സങ്കീർത്തനത്തിനകത്തും ദൈവത്തിൻ്റെ കാവലും. ഏത് വ്യക്തികളും എന്തും കൊണ്ടാണ് ബൈബിൾ ഇത് അത്രയും ആധികാരികമായി പറയാനുള്ളതിൻ്റെ കാരണം ഭൂമി ഇരുട്ട് നിറഞ്ഞതാ. ഭൂമി എന്തോ നിറഞ്ഞതാ? ഇരുട്ട് നിറഞ്ഞതാ. കാരണം ദൈവം വെളിച്ചത്തിലെ സകലവും സൃഷ്ടിച്ചത്. പക്ഷേ സാത്താൻ വഞ്ചകേന ഭൂമിയെ ഇരുട്ടിനകത്ത് പിടിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പോലും പറയുന്നുണ്ട്, ലോകത്തിൻ്റെ പ്രഭു വരുന്നു. ആരെ സംബോധന ചെയ്യുന്ന? സാത്താനെ സംബോധന ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ പ്രഭു. ലോകത്തിൻ്റെ പ്രഭു എന്ന് സംബോധന, ലോകത്തിൻ്റെ പ്രിൻസ് എന്നാണ്, ദ പ്രിൻസ് ഓഫ് ദ വേൾഡ് എന്നവനെ വിളിക്കുന്നത്. കാരണം യേശുവിൻ്റെയാണ് ഇത് മൊത്തം. പിന്നെ എങ്ങനെ യേശു കർത്താവ് വിളിച്ചത്? അവൻ ഇന്ന് പിടിച്ചു വച്ചേക്കുക. ആ വഞ്ചകൻ ഇങ്ങനെ ഊടാടി നടക്കുക. എങ്ങനെ നിങ്ങളെ തകർക്കണം? ഏത് ലൂപ്പോൾ വേണം, എങ്ങനെ നമ്മളെ തകർക്കണം? അങ്ങനെ നടക്കുന്ന ആ സാത്താൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിലേക്ക് കയറാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തിലായിരിക്കണം? ദൈവത്തിൻ്റെ സുരക്ഷയിലായിരിക്കണം. ദൈവത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടാണ് കർത്താവ് പഠിപ്പിച്ചേക്കുന്നത്. ഭയങ്കരമാണ്. പല രീതികളിലാണ് കർത്താവ് പറഞ്ഞത്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ മീതെ പറക്കുന്നത് പോലെ, എത്ര രീതിയിലാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. രാവും പകലും. ഇന്നലെ രാത്രി നമ്മളെല്ലാവരും ഉറങ്ങി. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയാൻ, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല, അല്ലേ? ദൈവത്തിൻ്റെ കാവൽ ഭയങ്കരമാണ്. ഇനിയും രാത്രി മാത്രമേ ഉള്ളൂ? ഒന്നുമില്ല. പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. ഇതൊക്കെ എന്തിനാ? പകൽ പറക്കുന്ന അസ്ത്രം, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. പിശാചിന് പ്രവർത്തിപ്പാൻ പകലും ഉച്ചയും രാത്രി മാത്രമൊന്നും അല്ല കേട്ടോ. അവൻ പല രീതികളിൽ പ്രവർത്തിക്കും. പക്ഷേ കർത്താവ് പറഞ്ഞു, ഇതൊന്നും നിന്നോട് അടുക്കത്തില്ല, ഇതൊന്നും നമ്മളോട് അടുക്കത്തില്ല. എന്താ കാരണം? നമ്മൾ ദൈവത്തിൻ്റെ കാവലിലാണ്. കാവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ആ കാവലിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു.
ഒത്തിരി കാവലുണ്ടോ, എങ്ങനെയൊക്കെയാണ്, കാവൽ പോകുമോ, പോയാൽ എന്തൊക്കെയാണ്, നമ്മുടെ ജീവിതത്തിൽ കാവൽ പോയിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇനി കാവൽ എങ്ങനെയാണ് റിസ്റ്റോർ ചെയ്യുന്നത്, റിസ്റ്റോർ ചെയ്യാനുള്ള ഉപാധികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതി കാവൽ, ഒത്തിരി മണിക്കൂറുകൾ, ആഴ്ചകൾ നമ്മൾ പഠിച്ചു അല്ലേ? എങ്ങനെ പോലും 25-30 ആഴ്ച പഠിച്ചില്ലേ? ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഏറ്റവും 49ാമത്തെ സ്ലൈഡിലാണ് നിൽക്കുന്നത്. കാവൽ നിങ്ങൾ റിസ്റ്റോർ ചെയ്യുമ്പോൾ, അതെ, റിസ്റ്റോർ ചെയ്യുന്ന മെത്തേഡുകളൊക്കെ ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ കാവലുകൾ റിസ്റ്റോർ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു. ഇനി നമ്മൾ പറയാം, കാവൽ റിസ്റ്റോർ ചെയ്യുമ്പോൾ ദൈവം ഒരാളെ അനുഗ്രഹിക്കുമ്പോൾ, കേട്ടോ, ദൈവം ഒരാളെ അനുഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ ദൈവം തൊടും, കേട്ടോ. എങ്ങനെ തൊടും? നിങ്ങൾ എഴുതി വെക്കുക. ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പം നമ്മുടെ ഒത്തിരി തരത്തിലുള്ള ഈ തെറ്റിദ്ധാരണയും നമ്മുടെ ട്രഡീഷണൽ ടീച്ചിങ്സ് ഉണ്ട്. ട്രഡീഷണൽ ടീച്ചിങ് എന്ന് പറയാമോ? ദൈവം എന്നെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് എൻ്റെ വെള്ള ഷർട്ടായി. പണ്ട് കറുത്ത ഷർട്ടാണ് ഞാൻ ഇടുന്നത്, ഇപ്പോൾ എന്തോ പറ്റി? കണ്ടോ, ഞാൻ ക്ലീൻ ഷേവായി. അതല്ല. ദൈവം ഒരാളെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ സ്പിരിച്വൽ മെച്യൂരിറ്റി വർദ്ധിക്കും. അവനെ ആത്മീകമായി ദൈവം മെച്യൂരിറ്റിയിലേക്ക് ദൈവം കൊണ്ടുവരും. മെച്യൂരിറ്റി എന്ന് പറയുമ്പം ഭയങ്കര പ്രസംഗമാണ്, പക്ഷേ ആ സ്പിരിച്വലി ഭയങ്കര ഇളക്കമാണ്, സ്റ്റേജ് ഇളക്കം. പക്ഷെ ജീവിതത്തിൽ ക്വാളിറ്റി ഇല്ല. അങ്ങനല്ല. ദൈവമാണ് നിങ്ങളെ പണിതതെങ്കിൽ, ഞാൻ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ 7 ഏരിയകളിൽ ദൈവം പണിയും. എഴുതി വെച്ചു, 7 ഏരിയകളിൽ ദൈവം നിങ്ങളെ പണിയും. എഴുതി വെക്കുന്നവർ എഴുതി വെച്ചോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയതുണ്ടെങ്കിൽ നോക്കിക്കോ. ഓക്കെ, എനിക്കൊന്ന് ഇന്ന സിസ്റ്റർ ബുക്കൊന്നും കൊണ്ടുവരില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ തൊട്ട് ബുക്കും പേനയും കൊണ്ട് ഞങ്ങൾ ദൈവവചനം ആഴത്തിൽ പഠിക്കുക, കേട്ടോ. മോനും ബുക്കുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് ബുക്ക് കൊണ്ടുവരണേ, കേട്ടോ. എങ്ങനെ ദൈവം ഒന്നാമത് പണിയുന്നത്? ദൈവത്തിൻ്റെ ഈ പണി എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എന്നാ. എങ്ങനെ ട്രെയിനിങ്? ഒന്ന് പറഞ്ഞേ, എങ്ങനെ ദൈവം എങ്ങനെയാ നമ്മളെ പണിയുന്നത്? ട്രെയിനിങ്ങിൽ കൂടെ. എല്ലാവരും ഒന്ന് പറഞ്ഞു, എങ്ങനെ ദൈവം നമ്മളെ പണിയുന്നത്? ട്രെയിനിങ്ങിൽ കൂടെ. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും. ദൈവം ടെസ്റ്റ് ഇടും. ദൈവത്തിൻ്റെ ടെസ്റ്റ് എക്സാം ഹോളിലും പേപ്പറിനകത്തും അല്ല, കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ടെസ്റ്റ് എക്സാം ഹോളിലും പേപ്പറിലും അല്ല. ദൈവത്തിൻ്റെ ടെസ്റ്റ് മരുഭൂമികളിലാണ്, ഏകാന്തതകളിലാണ്. അതാ ദൈവത്തിൻ്റെ ടെസ്റ്റ്, കേട്ടോ. നമ്മളെല്ലാം വിചാരിച്ച് ദൈവം ടെസ്റ്റ് ഇടും. ദൈവം എങ്ങനെ ടെസ്റ്റ് ഇടും? നമ്മളെ എക്സാം ഹോളിലോട്ട് ചെന്നിട്ടൊരു സീലിലൊക്കെ ചെയ്ത യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ നമുക്ക് കൊണ്ടുതരും. അതിനകത്ത് നമ്മൾ എക്സാം എഴുതി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്പരും ഓൾ ടിക്കറ്റിലുള്ള നമ്പരും എല്ലാം എഴുതി കഴിഞ്ഞിട്ട് അങ്ങനല്ല ദൈവത്തിൻ്റെ ടെസ്റ്റ്. ദൈവം നോക്കുന്നത് നിനക്ക് എത്ര മെമ്മറി പവർ ഉണ്ടെന്നല്ല നോക്കുന്നത്. ദൈവം നോക്കുന്നത് നീ എത്രമാത്രം എൻ്റെ വചനം ആഴത്തിൽ പഠിച്ചു. എക്സാം നടക്കുന്നത് എക്സാം പേപ്പറും ഹോളിലുമല്ല, മരുഭൂമികളിലും ഏകാന്തതകളിലും. അതിനെ ജയിക്കണമെങ്കിൽ വചനം കയറണം, ആകത്ത് വചനം കയറണം. 7 രീതികളിൽ ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യും. ഒന്നാമത്തെ ദൈവം നമ്മളെ പണിയും. ഒന്നാമത്തെ നമ്മുടെ സ്പിരിച്വൽ ഏറിയ, കേട്ടോ, സ്പിരിച്വൽ. രണ്ടാമത്തെ നമ്മുടെ ഫിസിക്കൽ ഏറിയ. മൂന്നാമത്തേത് നമ്മുടെ സൈക്കോളജി. നാലാമത്തേത് നമ്മുടെ ഇമോഷണൽ ഏറിയ. അഞ്ചാമത്തേത് നമ്മുടെ സോഷ്യൽ ലൈഫ്. ആറാമത്തേത് നമ്മുടെ റിസോഴ്സ്ഫുള്ളി, നമ്മുടെ റിസോഴ്സിനകത്തുള്ള ദൈവം പണി നടത്തുക. കാരണം റിസോഴ്സ് കാണുമ്പം ഇതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, റിസോഴ്സിനെ കാണുമ്പോൾ എങ്ങനെ ഇത് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും. അടുത്തതാണ് ഫിനാൻസ്. 7 ഏരിയകളിൽ ദൈവം നമ്മളെ പണി. ഒരിക്കൽ കൂടെ, സ്പിരിച്വൽ, ആദ്യം ആത്മീയമാണ്. 2 ഫിസിക്കലി പണി. മൂന്നാമത് എങ്ങനെ പണിയും? സൈക്കോളജി. നാലാമത്തേത് ഇമോഷണൽ. അഞ്ചാമത്തേത് സോഷ്യൽ. ആറാമത്തേത് റിസോഴ്സ്. ഏഴാമത്തേത് ഫിനാൻസ്, കേട്ടോ. 7 ഏരിയകളിൽ പണി. 7 ഏരിയകൾ. ആ പണിയുന്ന രീതികൾ, ദൈവം ട്രെയിൻ ചെയ്യുന്ന രീതികളൊക്കെ തുടർന്ന് പിന്നീട് ഞാൻ പറയാം. ഒന്നാമത്തെ ഓരോ കാര്യങ്ങൾ നോക്കിക്കേ. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ലൈഫിനകത്ത് റിസ്റ്റോറേഷൻ നടക്കണം. കാവൽ റിസ്റ്റോർ ആകുമ്പോൾ എങ്ങനെ റിസ്റ്റോർ ആകണം? ഒന്നാമത്തെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കേട്ടോ. നിങ്ങളിത് ക്ലെയിം ചെയ്യണം. ഇത് കേട്ടിട്ട് പോകാനല്ല, കേട്ടോ. ഈ കാര്യം ചുമ്മാ കേട്ടിട്ട് സ്തോത്രം പറഞ്ഞിട്ട് പോകാനുള്ളതല്ല. കർത്താവ്, ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ,
കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയ വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഇടിച്ചാൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഞങ്ങൾക്ക് വണ്ടി ഇടിച്ചത് വന്ന് ഇൻഷുറൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഡാഷ് ക്യാം ഉണ്ട്. ഡാഷ് ക്യാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടും. ഇൻഷുറൻസ് ഉണ്ട്, ഞങ്ങളുടെ പേപ്പർ എല്ലാം കറക്റ്റാണ്. വണ്ടി ഇടിച്ചു, കുറേ പൈസ ആയി. ആ പൈസയുടെ 98% പൈസയും ഇൻഷുറൻസ് കമ്പനിക്കാർ തന്നു. കാരണം ഫുൾ ഇൻഷുറൻസ് ഉള്ള വണ്ടിക്ക് ഇത് കമ്പനി തന്നു, എല്ലാം റെഡിയാക്കി. കാരണം പിന്നെ അല്ലാത്ത ഒത്തിരി ചിലവ് വന്നു, അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു. പക്ഷെ ബാക്കി വണ്ടിയുടെ പണിക്ക് വേണ്ടിയിട്ടുള്ള 98% പൈസയും ഇൻഷുറൻസ് കമ്പനി തന്നു. ദൈവവചനത്തിൽ ഇത് പറഞ്ഞേക്കാം, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഇൻഷുറൻസ് കമ്പനിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. നിങ്ങളുടെ പേരിൽ ഓൾറെഡി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേരിലും ഒരാൾ നിങ്ങൾക്കുള്ള എല്ലാ പേയ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞു. ആരെ കൊടുത്തതെന്ന് അറിയാമോ? നമ്മുടെ കർത്താവ്. കാൽവറി ക്രൂശിൽ നിങ്ങൾക്കുള്ള എല്ലാ പേയ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാം, കർത്താവേ. പക്ഷെ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് അതിനനുസരിച്ച് പ്രിപ്പയറാണ്. ഇൻഡിവിജ്വലി നിങ്ങളുടെ ലൈഫിലേക്ക് റെസ്റ്റോറേഷൻ നടക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. റെസ്റ്റോറേഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിന് അതിനനുസരിച്ചുള്ള അളവിൽ നിങ്ങൾ ട്രെയിൻഡ് ആയിരിക്കണം, പണിയപ്പെട്ടിരിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. ചില ആൾക്കാരെ ദൈവം ഉയർത്തും. ദൈവത്തിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് പറയാം. ദൈവത്തിൻ്റെ മെത്തേഡ് ദൈവം ട്രെയിൻ ചെയ്തിട്ട് മാത്രമേ ഈ സ്റ്റെപ്പിൽ കയറ്റത്തുള്ളൂ. ഹൈലി ട്രെയിൻഡ് ആയിട്ട് ഈ സ്റ്റെപ്പിൽ കയറ്റത്തുള്ളൂ. ഈ സ്റ്റെപ്പിൽ നിൽക്കുമ്പം നിങ്ങൾ ഉറപ്പോടെ നിൽക്കും. കാരണം എന്താ? നിങ്ങൾ ഈ സ്റ്റെപ്പിൽ കയറി നിന്നിട്ടോ നിൽക്കുന്നതിന് മുമ്പെയോ നിങ്ങൾ ട്രെയിൻഡാണ്. നിങ്ങളെ എത്ര താഴെ ഇടാൻ നോക്കിയാലും പറ്റത്തില്ല. കാരണം നിങ്ങൾ ഇവിടെ ഈ സ്റ്റെപ്പിൽ കയറും. അടുത്ത സ്റ്റെപ്പിൽ കയറുന്നതിന് മുമ്പ് എന്തോ പറ്റും, അടുത്ത ട്രെയിനിങ് ആണ്. പക്ഷെ ചില ആൾക്കാരുണ്ട്, കയറി കഴിഞ്ഞാൽ അധിക നാൾ ഇവിടെ നിൽക്കത്തില്ല, തലയും കുത്തി താഴെ. കയറിക്കഴിഞ്ഞാൽ അധിക നാൾ അവിടെ നിൽക്കത്തില്ല. ചിലർക്ക് ഉയർച്ച കിട്ടും, പക്ഷെ ഉയർച്ചയിൽ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാം? ദേ ആർ നോട്ട് ട്രെയിൻഡ്. ദൈവമാണ് നിങ്ങളെ പണിയുന്നതെങ്കിൽ താഴെ ഇടാനല്ല. എപ്പോഴും ഓർത്തോ, ദൈവം നിങ്ങളെ പണിയുമ്പോൾ ഓർത്തോ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി. ദൈവം നിങ്ങളെ പണിയുന്നത് എന്തിനാ? അത് പറയും കൂടെ ചെയ്താട്ടെ. എന്തിനാ ദൈവം നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്? നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി. ദൈവം നിങ്ങളെ ഘനമുള്ളവരാക്കും. എൻ്റെ ലൈഫ് അങ്ങനെ ആയിരുന്നു. ഞാനും എൻ്റെ 19ാമത്തെ വയസ്സിൽ ബാംഗ്ലൂരിൽ വന്നു. എന്നിട്ട് കർത്താവ് നടത്തിയ ഓരോ വഴികൾ ഞാൻ ഓർക്കുമ്പോൾ ഓരോന്നോരോന്ന്. കഴിഞ്ഞ ദിവസവും എൻ്റെ കൂടെ 20 വർഷം മുമ്പേ ഉണ്ടായിരുന്ന ആൾക്കാരെന്നെ വിളിച്ചിട്ട് റോയ് പാസ്റ്ററുടെ ഇൻ്റർവ്യൂ ഞങ്ങൾ കേൾക്കാം, ഇന്ന ചാനലിനകത്ത് ഇൻ്റർവ്യൂ കേൾക്കാം. ഇന്ന് അവരെന്നോട് സംശയം ചോദിക്കുക. ഓരോരുത്തർ ഇന്നതിൻ്റെ വിഷയങ്ങൾ എന്തുവാ ഞങ്ങൾ കാണാറുണ്ട്, ഞങ്ങൾ ഇൻ്റർവ്യൂ കാണാറുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പോലും തകർന്നു പോയില്ല, നശിച്ചു പോയില്ല. നിങ്ങൾ ട്രെയിൻഡ് ആണ്. ഞാനായിരുന്നു എൻ്റെ ദൈവം ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതും അല്ല ഞാനായിരുന്നു. ഓരോരുത്തർ ഞാൻ പുത്തൂർ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ വന്നു പോകുമ്പോഴേ എൻ്റെ മനസ്സിൽ വലിയ ആവലാതി. അവർ കൊണ്ടുവന്ന ചോക്ലേറ്റ് ഞാൻ കഴിക്കും. എന്നിട്ട് ഞാനിവിടെ ഇരിക്കുക. അവർ ഗൾഫിൽ പോയിട്ട് കൊണ്ടുവന്ന ചോക്ലേറ്റ് ഞാൻ കഴിക്കണം, യൂറോപ്പിൽ പോയിട്ട് കൊണ്ടുവന്ന ചോക്ലേറ്റ് ഞാൻ കഴിക്കണം. കർത്താവേ, ഞാൻ ആർക്കെങ്കിലും ചോക്ലേറ്റ് കൊടുക്കാൻ പറ്റൂ? എന്നെ ആരെങ്കിലും ദൈവം ഉപയോഗിക്കൂ എന്ന് ഞാൻ അന്നേരം കർത്താവിനെ പറയും, ബി ഫെയ്ത്ത്ഫുൾ. എൻ്റെ ടൈം വരും, ബി ഫെയ്ത്ത്ഫുൾ. കർത്താവ് ഉയർത്തുമ്പോൾ കർത്താവ് ഏറ്റവും മനോഹരമായിട്ട് ഉയർത്തും കേട്ടോ. ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിന് നന്ദി. ഇൻഡിവിജ്വലി നിങ്ങൾ പണിയപ്പെടട്ടെ, നിങ്ങൾ വ്യക്തിപരമായി പണിയപ്പെടട്ടെ. ഞാനിത് പറയുമ്പോൾ എൻ്റെ അനുഭവങ്ങളിൽ കൂടെ പറയുന്നു കേട്ടോ. വ്യക്തിപരമായി നമ്മുടെ ലൈഫിലുള്ള ദേഷ്യവും, നമ്മുടെ ലൈഫിലുള്ള ഈ പലതരത്തിലുള്ള എടുത്തുചാട്ടവും ലൂസ് ടോക്കും, ഇതെല്ലാം ദൈവം പണി കേട്ടോ. ദൈവം ഇപ്പോഴും എന്നെ പണിതുകൊണ്ടിരിക്കുന്നു കേട്ടോ. ദൈവം എന്നെ ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം ദൈവം അടിമുടി പണി. എന്തിനാ? നമ്മൾ ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി ദൈവം നമ്മളെ മാറ്റി. എന്നിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കും. നമ്മുടെ ചിന്തകൾ പോലൊന്നുമല്ല, ദൈവം നമ്മളെ പണിയണം ഇൻഡിവിജ്വലി. രണ്ടാമത്തേത്, നിങ്ങളുടെ ലൈഫിൽ ഫാമിലിക്കകത്ത് റെസ്റ്റോറേഷൻ നടക്കട്ടെ. ഇതൊക്കെ ഞാൻ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം, ഈ ക്ലാസ് കഴിഞ്ഞ് ഇത് ഓൾമോസ്റ്റ് കഴിയാറായി. ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം എടുക്കുക. ഇത് കഴിയുന്ന ഉടനെ അതെടുക്കുമ്പോൾ ഞാൻ പറയാം, കുടുംബത്തിനകത്ത് പലർക്കും അറിയത്തില്ല എവിടുന്ന പ്രശ്നം വരുന്നത്.
എവിടുന്ന പ്രശ്നം വരുന്നത് അറിയത്തില്ല. സ്വന്തമായിട്ടുള്ള പ്രശ്നമാണോ, ഹസ്ബൻഡിൻ്റെ വീട്ടിലെ പ്രശ്നമാണോ, എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നമാണോ, ദേശത്തിന് ഒന്നും അറിയത്തില്ല. നമ്മൾ അടി മേടിക്കുന്നുണ്ട്, തീക്കതൂടെ പോകുന്നുണ്ട്, പൊള്ളൽ മാത്രം അറിയാം, വേറൊന്നും ഫീലാകാൻ പറ്റുന്നില്ല. പക്ഷെ പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടുപിടിച്ച് അതിനെ വേരോടെ പിടി നിങ്ങൾ കടന്നു പോകണം. അത് നിങ്ങളുടെ നല്ല ഏജിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങണം. അതിനെ വേരോടെ വിടാം. നിങ്ങളുടെ യൗവന സമയത്ത് വരെ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഫാമിലി റിസ്റ്റോറേഷൻ നടക്കട്ടെ. ഫാമിലി മൊത്തം പൊളിയപ്പെട്ട വേലി ഉണ്ടെങ്കിൽ റിസ്റ്റോറേഷൻ നടക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മീതെ ദൈവത്തിൻ്റെ റിസ്റ്റോറേഷൻ നടക്കട്ടെ കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചേട്ടൻ്റെ കുഞ്ഞുങ്ങൾ, അനിയൻ്റെ കുഞ്ഞുങ്ങൾ, അപ്പൻ്റെ ബ്രദേഴ്സിൻ്റെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ ലൈഫിലൊക്കെ തകർച്ചയും അവിടെ ഇവിടെ, അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ വരരുത്. എല്ലാ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബ്ലെസ്ഡ് ആകട്ടെ. അവർ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമാകട്ടെ. കുഞ്ഞുങ്ങൾ ബ്ലെസ്ഡ് ആകട്ടെ കേട്ടോ. അപ്പം നിങ്ങളുടെ ചിൽഡ്രൻ ബ്ലെസ്ഡ് ആകട്ടെ. ബൈബിൾ അങ്ങനെ പറഞ്ഞത്. ഇയ്യോബിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടോ? അനുഗ്രഹിക്കപ്പെട്ടു. യോബിന് ദൈവത്താൽ. പക്ഷെ ഒത്തിരി തലമുറകളൊക്കെ തെറ്റിപ്പോയവരും ഉണ്ട് കേട്ടോ. മോശയുടെ തലമുറ ദൈവസന്നിധിയിൽ തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ടില്ല. മോശയുടെ തലമുറയെ അടുത്ത അഭിഷേകത്തിന് വേണ്ടി തിരഞ്ഞെടുത്തില്ല, അത്രേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ സുപ്രീം അതോറിറ്റി ദൈവം വെച്ചേക്കുന്നത്. ശമൂവേലിൻ്റെ മക്കള് അല്പമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശമൂവേലിൻ്റെ മക്കൾ. പക്ഷെ അവരെ ആരെയും ദൈവത്തിൻ്റെ ശമൂവേലിൻ്റെ അടുത്ത പ്രവാചകന്മാരായിട്ടൊന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. പക്ഷെ പട്ടുപോയത് ഏലി പുരോഹിതൻ്റെ മക്കളാണ്. ഏലി പുരോഹിതൻ്റെ മക്കൾ പട്ടുപോയി. അത് അവർ വല്ലാത്ത ബുദ്ധിമുട്ട് കാണിച്ചു കേട്ടോ. അതുകൊണ്ട് മക്കളെ തിരഞ്ഞെടുക്കുക എന്നുള്ള, പക്ഷെ അവരെ വളർത്തേണ്ടതുപോലെ വളർത്തുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം കേട്ടോ. ദൈവം അവരുടെ വിളിക്കനുസരിച്ച് അവരെ പണിയട്ടെ. നമ്മുടെ ജോലിയാണ് അവരെ ട്രെയിൻ ചെയ്യുക. ചിൽഡ്രൻ, നമ്മുടെ പൊസഷൻസ്, നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളതെല്ലാം ബ്ലെസ്ഡ് ആകട്ടെ. പൊസഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊത്തം അനുഭവങ്ങൾ, മൃഗസമ്പത്തായിരിക്കാം, വസ്തുവകകളായിരിക്കാം, അല്ലെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ വാഹനങ്ങളായിരിക്കാം, മൃഗസമ്പത്ത് എന്തുമാട്ടെ, നിങ്ങളുടെ ജോലി ആയിരിക്കാം, എവറിത്തിങ്, അതെല്ലാം പ്രൊട്ടക്റ്റഡ് ആകട്ടെ. ശത്രു കൊണ്ടുപോകാൻ അനുവദിക്കൽ. ഇയ്യോബിൻ്റെ ചരിത്രം ഞാൻ പഠിപ്പിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? ഇയ്യോബിൻ്റെ പൊസഷൻസിനെ കൊണ്ടുപോയി അല്ലേ. ഒട്ടകങ്ങളെ ഒരാൾ കൊണ്ടുപോയി, ആടിനെ ഒരാൾ കൊണ്ടുപോയി, ആട് തീ വീണിയത്തു, കാളകളെയും കഴുതകളെയും അടുത്ത ആൾ കൊണ്ടുപോയി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ വീടുകളൊക്കെ അല്ലേ? എല്ലാം കൊണ്ടുപോയി. നമ്മുടെ ചർച്ച് പ്രൊട്ടക്റ്റഡ് ആകട്ടെ. വളരെ ഇമ്പോർട്ടൻ്റാണ് ചർച്ച്. കാരണം പിശാചിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ് സഭയെ തകർക്കുക. സഭയെ തകർത്താൽ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ചിന്തിച്ചു, ഈ മിലിറ്ററിക്കാർ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യം ഏറ്റവും കൂടുതൽ ബോംബ് ചെയ്യാൻ നോക്കുന്നത് എവിടെ ആയിരിക്കും അറിയാമോ? അവരുടെ മിലിറ്ററി ആയിരിക്കും ബോംബ് ചെയ്യാൻ നോക്കുന്നത് അല്ലേ. സിവിലിയൻസിനെ അല്ല ബോംബ് ചെയ്യാൻ നോക്കുന്നത്. ആരെയായിരിക്കും ബോംബ് ചെയ്യാൻ നോക്കുന്നത്? മിലിറ്ററിയാണ്. പട്ടാളത്തിൻ്റെ മീതെ ബോംബ് ചെയ്യാൻ നോക്കുന്നത്. പട്ടാളത്തിൻ്റെ യൂണിറ്റിൻ്റെ മീതെ, വെപ്പണിൻ്റെ മീതെ, അല്ല പട്ടാളത്തിൽ എയർഫോഴ്സിൻ്റെ മീതെ, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട സ്ഥലത്ത് എന്തിനാ അവിടെ ബോംബ് ചെയ്യുന്നത്? കാരണം അത് ബോംബ് ചെയ്ത് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ രാജ്യം തകർന്നു എന്ന് പറയുന്ന പോലെ ചർച്ച്, സഭയെന്ന് പറഞ്ഞാൽ ദൈവജന, എല്ലാ സഭയുടെ കാര്യമല്ല കേട്ടോ. ദൈവസഭയ്ക്കകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വചനം. 2 പരിശുദ്ധാത്മാവ്. 2 കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മുടെ സഭയ്ക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. വചനവും ഹോളി സ്പിരിറ്റും. എങ്കിലേ നിങ്ങൾക്ക് വളരാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പരിശുദ്ധാത്മാവ് മാത്രം പോരാ, എന്നുകൂടെ വേണം വചനവും കൂടെ വേണം. വചനം മാത്രം പോരാ, എന്നുകൂടെ വേണം പരിശുദ്ധാത്മാവ് വേണം. ഇത് രണ്ടും ഒരു വ്യക്തിയുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സഭയ്ക്കകത്ത് നിങ്ങളെ പണിയുന്നതാണ്. പിശാചിൻ്റെ ലക്ഷ്യം എന്തുവാ? സഭയെ തകർക്കുക. ദേശത്ത് സഭ വെളിച്ചമായി തീരല്ലേ കേട്ടോ. ബൈബിൾ ഞാൻ തുടർന്ന് വരുമ്പോൾ പഠിപ്പിക്കാം. അപ്പം സഭയുടെ കാവൽ, സഭയ്ക്ക് വേണ്ടി കാവലിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, സഭയ്ക്കകത്ത് വലിയ കാവലുണ്ടാകട്ടെ. വരുന്ന ദൈവമക്കൾ അവർ കാവലിലാകട്ടെ, അനുഗ്രഹിക്കപ്പെട്ടെ. നമ്മൾ ചുരുക്കം പേരെ ഉള്ളോ? അങ്ങനെയുള്ള ദൈവ ആത്മാക്കളെ അനേക ആയിരങ്ങളെ കൊണ്ടുവരട്ടെ. അവർ കൊണ്ടുവരുന്നവരൊക്കെ സഭയ്ക്കകത്ത് വളരുന്നവരാകട്ടെ. സഭയ്ക്കകത്ത് എന്തുമായിരിക്കട്ടെ? വളരുന്നവരാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ വളരുന്നവർ. മിനിസ്ട്രി ബ്ലെസ്ഡ് ആകട്ടെ. ഞാൻ എന്നും പറയാറുള്ള കാര്യമാണ്,
ഒരു ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ പോകുന്ന ചർച്ച അനുഗ്രഹിക്കപ്പെടും. എന്തോ പറ്റും? ആ ചർച്ച അനുഗ്രഹിക്കപ്പെടും. നീ കയറുന്ന വീട് അനുഗ്രഹിക്കപ്പെടും. ഇപ്പം ഞാനൊരു ചർച്ചയിൽ പോയി പ്രസംഗിച്ച് ആ ചർച്ച 4 അപ്പോൾ എന്തോ കുഴപ്പം എൻ്റെ മേലുണ്ട്. പോയ ചർച്ച ഭയങ്കര പ്രസംഗമൊക്കെ പ്രസംഗിച്ചു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചർച്ച 4 തോന്നി. എന്തോ കുഴപ്പമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടതാണെങ്കിൽ എന്തോ പറ്റും? ആ ചർച്ച ബ്ലെസ്ഡ് ആയിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കാരണം അല്ലേ, ഞാനൊരു വീട്ടിൽ പോയി, വീട്ടിൽ ചെന്നു, ആ വീട് അടിച്ച് സമാധാനമായിട്ടിരുന്ന വീടാണ്. ആ വീട് ഇപ്പം അപ്പനും അമ്മയും എല്ലാം കൂടെ 4 അപ്പനും അമ്മയും എല്ലാം കൂടെ വഴക്കും ബഹളമായി. എന്തോ കുഴപ്പമുണ്ട്. നീ അധികം പ്രാർത്ഥിക്കേണ്ട, അങ്ങോട്ട് പോകാതിരുന്നാൽ മതി. അങ്ങോട്ട് പോകാതിരുന്നാൽ. ചില വീട്ടിൽ ചെന്ന് ആ വീട് തകരുക. അല്ലല്ലല്ലല്ലേ, അങ്ങനല്ല വേണ്ടിയേ. നമ്മൾ പോകുന്നിടം എന്തോ ആകണം? അനുഗ്രഹിക്കപ്പെടണം. അനുഗ്രഹത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് മാറ്റിക്കോണം. ഞാൻ എന്നെ തന്നെ തിരിച്ചു ചിന്തിക്കാറുണ്ട്. സത്യമായിട്ട് ഞാൻ പറയാം. കർത്താവ്, ഞാനൊരു മീറ്റിങ്ങിന് പോയി, ആ ചർച്ചിൽ പ്രത്യേകിച്ച് വലിയതൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ആ ചർച്ചിന് ഉപദ്രവമായി തരും. വലിയ കാര്യം, ഒരു വീട്ടിൽ പോയി, കർത്താവെ ആ വീട്ടിൽ വലിയതൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും സംഭവിക്കണം, അവരനുഗ്രഹിക്കപ്പെടണം, കർത്താവെ അവരെ മാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ വലിയ സംഭവങ്ങളൊന്നും നടന്നില്ലേ പോലും കർത്താവെ അവർക്കൊരു ദോഷമായി തീരല്ലേ. അവർക്കൊരു ദോഷമായി തീരത്തില്ല. ഞങ്ങളിപ്പോൾ എത്ര ചർച്ചിൽ പോയി, ഞങ്ങൾ പോയി ശുശ്രൂഷിച്ചിട്ട് വന്ന ആ ചർച്ചെല്ലാം ബ്ലെസ്ഡായി. എനിക്കറിയാം, ഇത് ലൈവിൽ കൂടെ അവർ നാളെ അവരുടെ ആൾക്കാരോ ആരെങ്കിലും കേൾക്കുന്നതും കൂടെ ഉണ്ടായിരിക്കും. അവിടെ ലൈവ് കിടപ്പുണ്ട്. നിങ്ങൾ പോകുന്നത് അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളത് ക്ലെയിം ചെയ്യണം. കർത്താവ്, എൻ്റെ കഴിവല്ല, എൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ കഴിവല്ല, എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ മേലുള്ളതുകൊണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും ഒരു കഴിവുമല്ല, പക്ഷെ ദൈവം വെച്ച വിളി, ദൈവം തന്നേക്കുന്ന വിളി. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആകട്ടെ കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആകട്ടെ. നിങ്ങളത് ക്ലെയിം ചെയ്യണം കേട്ടോ. അതിൻ്റെ പേയ്മെൻറ്റ് ഒരാൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റ് ഒരാൾ കൊടുത്തു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ, മനസ്സിലായോ? ഇതിനെല്ലാം പേയ്മെൻറ്റ് ഒരാൾ കൊടുത്തു. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നും അല്ല. ഇതെല്ലാം നമ്മുടെ മേൽ കിട്ടിയ ഞാൻ ഏതാണ്ട് ആളൊന്നും അല്ല. ഇതിൻ്റെ പേയ്മെൻ്റ് എല്ലാം ഒരാൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലെയിം ചെയ്തിട്ട് ദൈവസന്നിധി ജീവിച്ചാൽ മതി കേട്ടോ. നിങ്ങളൊരു അനുഗ്രഹമായി തീരും. എന്തോ ആയി തീരും? പറഞ്ഞോ. ഞാനൊരു അനുഗ്രഹമാവുമെന്ന് പറ. ഞാനൊരു അനുഗ്രഹമാവും. നിങ്ങൾ എന്ത് ചെയ്താലും. അടുത്തത്, നിങ്ങളുള്ള സിറ്റി അനുഗ്രഹിക്കും. നിങ്ങളുടെ സിറ്റി നിങ്ങളുടെ പേരിൽ അറിയപ്പെടണം. അങ്ങനെ അബ്രഹാമേ, നിന്നാൽ ഭൂമിയിലെ സകല വംശം. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദാവീദിന്റെ മീതെ അഭിഷേകം വന്നപ്പം നിങ്ങൾ അന്ന് വരെ ബേഥലഹേം കേട്ടിട്ടുണ്ടോ? ഇപ്പം ബേഥലഹേം നമ്മുടെ കർത്താവിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ശരി, അന്ന് വരെ ബേഥലഹേം കേട്ടിട്ടുണ്ടോ? പക്ഷെ ബേഥലഹേം അറിയപ്പെട്ടത് ആരുടെ പേരിലാണെന്നറിയാം? പഴയ നിയമം മൊത്തം ദാവീദിന്റെ പേരിൽ, പഴയ നിയമത്തിൽ. പക്ഷെ പ്രവചനമുണ്ട്, ബേഥലഹേമിൽ നിന്ന് വരും. ബേഥലഹേമിലെ എഫ്രാമേ, നീ ഏറ്റവും ചെറുതാണെങ്കിൽ നിന്നിൽ നിന്ന് ഇസ്രായേലിനെ മേയിക്കാനുള്ള നായകൻ നിന്നിൽ നിന്ന് വരും. പ്രവചനമുണ്ട്. ദാവീദിന്റെ നഗരം ബേഥലഹേം. ബേഥലഹേമിൽ നിന്നുകൊണ്ട് നിന്റെ പട്ടണം നീയാൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ അതിനൊരു വിശ്വാസക്കുറവ് കൊണ്ടാണ് സ്വതന്ത്രം പറയാത്ത. നിങ്ങളുടെ പട്ടണം നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. നിങ്ങളുടെ പട്ടണത്തിലുള്ളവർ പറയും, ഞങ്ങളുടെ ദേശത്തുള്ളതാ, ഇന്ന ആൾ ഞങ്ങളുടെ ദേശത്തുള്ളതാ. നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, പക്ഷേ അത് എനിക്കുള്ളതല്ല, വേറെ ആർക്കോ ഒക്കെ ഉള്ളത്. അങ്ങനല്ല, നിങ്ങളത് ക്ലെയിം ചെയ്യും. കർത്താവേ, ഞാനൊരു അനുഗ്രഹമാകുമ്പോൾ സിറ്റി അനുഗ്രഹിക്കപ്പെടും. ഞാനൊരു ഉദാഹരണം അതിന് പറയാം. ഞാൻ ആരാ പേര് ഓർക്കുന്നില്ല. ഒരു ദൈവവൃത്യൻ. ആ ദൈവവൃത്യൻ്റെ മീതെ ദൈവം ഭയങ്കര കുറേ തലമുറ പുറയിലുള്ള ആ ദൈവവൃത്യൻ്റെ മീതെ ദൈവം ഭയങ്കര അഭിഷേകം പറഞ്ഞു. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീലിങ്ങിൻ്റെ അഭിഷേകം. ആ മനുഷ്യൻ്റെ ദൈവപൈതലുമായിരുന്നു. താൻ അമേരിക്കക്കാരനോ യൂറോപ്പുകാരനോ കാട്ടാം. ഈ മനുഷ്യനോട് ആ സമയത്ത് ആഫ്രിക്കയെ ഭയങ്കര ഒരു ബാധ നടക്കാം. ഏതോ ഒരു രാജ്യത്ത് ഒരു ഭയങ്കര ബാധ നടക്കാം. ഈ കോവിഡ് പോലെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നടക്കാം.
അപ്പോൾ അവിടെ ആൾക്കാർ, WHO ആൾക്കാർ വരെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ അവിടെ ഇടപെടേണ്ടി വന്നു. അതുപോലെ ബാധ അങ്ങ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഈ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നീ ആ സ്ഥലത്ത് പോയി ശുശ്രൂഷിക്കാൻ വേണം, നീ ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ വേണം. ഈ മനുഷ്യൻ ആ സ്ഥലത്ത് പോകുന്ന എല്ലാവരും വിലക്കി PPE കിറ്റൊക്കെ ഇട്ടുകൊണ്ട് വേണം പോകാൻ. ഇപ്പോൾ അങ്ങോട്ട് പോകല്ലേ. ഈ മനുഷ്യൻ അന്നത്തെ വർഷങ്ങൾ കാലത്തുള്ള PPE കിറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഒത്തിരി ഇടാതെ താൻ പോയി. താനോട് ഇവർ പറഞ്ഞു, അല്ല അങ്ങനെ ചെയ്യണം, അതിന് വാക്സിൻ എടുക്കണം, അതെടുക്കണം, ഇതൊക്കെ. ഈ പുള്ളി പോയി ശുശ്രൂഷിക്കാൻ തുടങ്ങി. പുള്ളി അന്നത്തെ സമയത്ത് പറയുന്നത് പുള്ളിയുടെ നഗ്നമായിട്ടുള്ള പുള്ളിയുടെ കൈ കൊണ്ടാണ്, നേക്കഡ് ഹാൻഡ് കൊണ്ടാണ് പുള്ളി ശുശ്രൂഷിച്ചത്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഗ്ലൗസ് ഇട്ടിട്ട് ഇവിടെ കാര്യം നടക്കുന്നില്ല, നീ നിന്റെ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇടാതെ നീ ചെയ്യല്ലോ. ശുശ്രൂഷിക്കാൻ തുടങ്ങി. പക്ഷേ ഈ പുള്ളിക്ക് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ മരിക്കുന്നില്ല. ഈ മനുഷ്യൻ ഒരു സിംറ്റവും ഇല്ല, രോഗമില്ല, ഒന്നുമില്ല, ഒരു ചുമ പോലും ഇല്ല. അവസാനം ഇതിൻ്റെ സംഭവങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ആ മനുഷ്യനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോസ്കോപ്പിൻ്റെ കീഴെ കൊണ്ട് വെച്ചിട്ട് ആ ഒത്തിരി പേരെ കാർന്ന് തിന്നുന്ന വൈറസ് ഈ മനുഷ്യൻ്റെ കയ്യിലിട്ടപ്പം അവർ മൈക്രോസ്കോപ്പിൽ കൂടെ കാണുക, ഇതൊക്കെ ഡോക്യുമെൻറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. കയ്യിലിട്ടപ്പം കാണുക, വൈറസ് വീഴുന്ന വൈറസ് കരിഞ്ഞു പോകും, കത്തിപ്പോകുന്നു, കരിഞ്ഞു പോകും. മൈക്രോസ്കോപ്പിൽ കൂടെ കാണുക, ഒത്തിരി പേരെ കാർന്ന് തിന്നുന്ന വൈറസ് ഈ മനുഷ്യൻ്റെ കയ്യിൽ വീഴുമ്പം കരിഞ്ഞു പോകും. ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവരോട് ശുശ്രൂഷിച്ചോളാൻ പറഞ്ഞു. ആ മനുഷ്യൻ തുടർന്നൊരു 10 വർഷത്തോളം അങ്ങാണ്ട് ആ ടൗണിലായിരുന്നു. ആ ടൗണിൽ ആ മനുഷ്യൻ താമസിക്കുകയും ചർച്ചും മിനിസ്ട്രിയുമായിട്ട് ഇത്ര വർഷങ്ങൾ പോയി. ഈ ബാധ അങ്ങ് കഴിഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണോ? ഇത്ര വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ WHO ഹെൽത്തിൻ്റെ റിപ്പോർട്ട് വന്നേക്കുക, ആ രാജ്യത്തെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് സിറ്റി ആയി തീർന്നു ഈ പട്ടണം. ആ രാജ്യത്തെ ഏറ്റവും വെൽത്തിയസ്റ്റ് സിറ്റി, ഹെൽത്തിയസ്റ്റ് സിറ്റി ആയി തീർന്നു ഈ ടൗൺ. എങ്ങനെ ആയി തീർന്നേ? അനോയിൻറ്റിങ് ഉള്ള ഒരു മനുഷ്യൻ ആ പട്ടണത്തിൽ ചെന്നാൽ ആ പട്ടണം അനുഗ്രഹിക്കപ്പെടും. ഈ മനുഷ്യൻ അടുത്ത പട്ടണത്തിൽ മൂവ് ചെയ്തു. അടുത്ത 10 വർഷം കൊണ്ടോ എത്ര വർഷം കൊണ്ടോ ആ സിറ്റി ആയിരുന്നു ആ രാജ്യത്തെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് സിറ്റി. ഹെൽത്തിയസ്റ്റ് കണ്ടോ? നിങ്ങളൊരു സിറ്റി പോയാൽ നിങ്ങളുടെ അനോയിൻറ്റിങ് കേട്ടോ, നിങ്ങളിത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ കയറട്ടെ. ദൈവത്തിൻ്റെ വചനം എത്ര സ്വീകരിക്കുമോ അത്രയും നിങ്ങളുടെ മീതെ നടക്കും. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇത് ഭയങ്കര കാരണം, നിങ്ങളുടെ മനസ്സ് ഭയങ്കര കാരണം. അടുത്തത് നിങ്ങളുടെ ജോലി, ബിസിനസ്. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായതുകൊണ്ട് പച്ചപ്പ് നിമിത്തവും നീരോട്ടം നിമിത്തമല്ല നീ അനുഗ്രഹിക്കപ്പെടുന്നത് കേട്ടോ. പച്ചപ്പ് നിമിത്തവും നീരോട്ടം നിമിത്തമല്ല നീ അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ബോർഡൊക്കെ ഞാൻ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? എല്ലാവരും ഇല്ലായിരുന്നു, കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. അബ്രഹാം ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടവനായി. അബ്രഹാമിനോട് ചേർന്ന് നിന്ന ലോത്തും അനുഗ്രഹിക്കപ്പെട്ടു. ലോത്തിന് ഒത്തിരി ആടുമാടുകൾ കിട്ടി. ഇപ്പം ലോത്തിൻ്റെ ചിന്ത എന്തുവാ? ലോത്ത് നിമിത്തമാണ് അബ്രഹാം അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്? ലോത്ത് നിമിത്തം അബ്രഹാം അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പോൾ ഒരിക്കൽ വഴക്കുണ്ടായ സമയത്ത് അബ്രഹാം പറഞ്ഞ ലോത്തെ, നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട, നീ എന്ത് വേണമെങ്കിലും ഇത് ദേശം മൊത്തം നമ്മുടെ മുമ്പിലുണ്ട്, നീ ഇതിനകത്ത് ഏറ്റവും നല്ല ദേശം എടുത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു. നീ വലത്തോട്ട് പൊക്കോയാൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം, നീ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പോകാം എന്ന് പറയും. അബ്രഹാം ചെയ്ത് നമ്മുടെ ബുദ്ധിയിലാണെങ്കിൽ അബ്രഹാം ചെയ്ത് ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ? നമ്മളാണെ പറഞ്ഞു, ഇന്നത്തെ അബ്രഹാംമാരെ അതെന്ത് പറഞ്ഞേനെ, ഇത് മൊത്തം എനിക്കുള്ള എഴുത്തുക, നീ പരിസരത്ത് കണ്ടെങ്കിൽ വിട്ടു പൊക്കോളാൻ പറഞ്ഞു, ബാംഗ്ലൂരിൽ കണ്ടുപോയെങ്കിലും പൊക്കോളാൻ പറഞ്ഞു, നീ എങ്ങോട്ടേലും പോകാൻ പറഞ്ഞു. പക്ഷെ അബ്രഹാം പറഞ്ഞ എന്തുവാ? നിനക്ക് നിന്റെ മുമ്പിൽ ഇഷ്ടമുള്ളത് നീ എടുത്തോളാം, ഇഷ്ടമുള്ള എടുത്തോളാം. ലോകത്തെല്ലാം തല ഉയർത്തി നോക്കിയിട്ട് ഏറ്റവും പച്ചപ്പുള്ളത് ഇവിടെയാണ്, അങ്ങോട്ട് കൊള്ളത്തില്ല, മരുഭൂമിയാണ്. അത് നീരോട്ടവും ഇല്ല, ഒന്നുമില്ല, മരുഭൂമിയാണ്. അവൻ്റെ ആടും പോവും, അവനും പോവും, ഇതോടുകൂടെ പട്ടുപോവും. അവിടെ പുള്ളി അങ്ങനെ ആയിരിക്കും ചിന്തിച്ച്. പക്ഷേ ഇവിടെ നല്ല പച്ചപ്പാണ്, ഇവിടെ നല്ല നീരോട്ടമുണ്ട്, ഇവിടെ നല്ല ഏതൻ പോലെന്നാ സോദോം ഗൊമോറയെ പണ്ട് പറഞ്ഞു, അതുപോലത്തെ സ്ഥലങ്ങളാണ് അതിൻ്റെ മുമ്പിലുള്ള സ്ഥലങ്ങൾ, നല്ല സ്ഥലങ്ങളാണ്. പുള്ളി പച്ചപ്പും നീരോട്ടമുള്ള സ്ഥലം എടുത്തു. ആര്? ലോത്ത് എടുത്തോണ്ട് അങ്ങോട്ടങ്ങ് പോയി, ആടുമായിട്ടങ്ങ് പോയി. പക്ഷേ അബ്രഹാം ഒരു വഴക്കിന് പോയില്ല. അബ്രഹാം നേരെ ഇങ്ങോട്ട് മരുഭൂമിയിലേക്ക് തിരിഞ്ഞു. അബ്രഹാം ഇങ്ങോട്ട് തിരിഞ്ഞു, മരുഭൂമിയിലേക്ക്. ആരനുഗ്രഹിക്കപ്പെട്ടെ?
അബ്രഹാം എന്തിനനുഗ്രഹിക്കും? ഈ പുള്ളി പച്ചപ്പുമായിട്ട് നീരോട്ടമുള്ളിടത്ത് പോയിട്ട് പുള്ളിക്ക് ലാസ്റ്റ് പുള്ളിയുടെ കുറച്ച് നാൾ കഴിയുമ്പോൾ പുള്ളിക്ക് ആടുമില്ല, രോമവും ഇല്ല. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആടുമില്ല, രോമവും ഇല്ല. എവിടെ ഇരിപ്പുണ്ട്? പട്ടണവാതിൽ ഇരിപ്പുണ്ട്. സ്വതം ഗോമറയുടെ പട്ടണവാതിൽ ഇരിപ്പുണ്ട്. പകല് പണിയും കൂലിയും ഉള്ളവൻ പട്ടണവാതിൽ പോയി വായി നോക്കിയിരിക്കൂ. പുള്ളി അവിടെ പോയി ഇരിപ്പുണ്ട്. പുള്ളിയുടെ ആടും എന്താ കാരണം എന്നറിയാമോ? പച്ചപ്പല്ല നിന്നെ അനുഗ്രഹിക്കുന്നത്. അബ്രഹാമിനറിയാം, പച്ചപ്പും നീരോട്ടം അല്ല എന്നെ അനുഗ്രഹിക്കുന്നത്. ഞാനൊരു അനുഗ്രഹമായതുകൊണ്ട് ഞാൻ കാല് വെക്കുന്നിടത്ത് പച്ചപ്പ് വന്നിരിക്കും. ഞാൻ കാല് വെക്കുന്നിടത്ത് നീരുറവ തുറന്നിരിക്കും. മനസ്സിലായോ? പച്ചപ്പും നീരോട്ടവും അല്ല നിന്നെ അനുഗ്രഹിക്കുന്നത്. നമ്മുടെ പെർസ്പെക്റ്റീവ്നെസ് മാറട്ടെ. പച്ചപ്പും നീരോട്ടവും പുല്ലും നല്ല വയലും ഒന്നുമല്ല നമ്മളെ അനുഗ്രഹിക്കുന്നത്. നീ ഒരു അനുഗ്രഹമായതുകൊണ്ട് നീ കാല് വെക്കുന്നിടത്ത് എന്തായിത്തീരും? പച്ചപ്പായിത്തീരും. നീ കാല് വെക്കുന്നിടത്ത് നീരുറവ ഉണ്ടാകുമായിരിക്കും. കാരണം നീ ഒരു അനുഗ്രഹമാണ്. അനുഗ്രഹിക്കപ്പെട്ടവൻ എവിടെ പോയാലും അബ്രഹാം വർദ്ധിച്ച് സമ്പന്നനായിരുന്ന ലോത്തോ പച്ചപ്പും നീരോട്ടവും കൊണ്ട് അവൻ തകർന്നു പോയി. അനോയിൻറ്റിങ്ങിനെ വിട്ടാൽ, വിളിയുള്ളവനെ കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ വ്യത്യാസം കണ്ടു. ഇത് അനോയിൻറ്റിങ് അസോസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അസോസിയേഷൻ ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ചില നല്ല കഴിവുള്ള പിള്ളേർ പോയി തെറ്റായ അസോസിയേഷനിൽ പോയി അവൻ്റെ മൈൻഡ് കുറുക്കടായിപ്പോയി. അവൻ്റെ മൈൻഡ് എന്തോ പറ്റിയെന്നറിയാം? വിക്കടായിപ്പോയി. അവൻ്റെ മൈൻഡ് വല്ലാതായിപ്പോയി. പക്ഷെ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും ബന്ധമായിട്ട് വളർന്നവനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അനുഗ്രഹിക്കപ്പെട്ട് കയറുന്നു. ഉദാഹരണം, ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ അങ്ങനെ റിജക്റ്റഡ് അപ്പനും അമ്മയും ഞാൻ കണ്ടിട്ടുണ്ട്. റിജക്റ്റഡ് അപ്പനെയും അമ്മയും അവർ നാട് വിട്ട് വരുന്നത് എല്ലാം തകർന്ന റിജക്റ്റഡാ. പട്ടിണി കോലം പോലെ പേക്കോലം പോലെ 2-3 പിള്ളേരും അവരും എങ്ങനെ ജീവിക്കും എന്നോർത്തുകൊണ്ട് ഒരു ഉത്സാഹം ഇല്ലാതെ എവിടെയെങ്കിലും ജോലി തരുമോ എന്നൊക്കെ നോക്കി നടന്ന. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ, 10-25 വർഷമായിട്ട് ദൈവകൃപയാൽ ഒത്തിരി ആൾക്കാരെ കണ്ടതാ. പക്ഷേ അവർ തീരുമാനിച്ചു ഇനി ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവരുള്ള ആരോഗ്യം വെച്ചുകൊണ്ട് വേച്ചായാലും വലിച്ചായാലും ഒരു മീറ്റിംഗ് വിടത്തില്ല. പക്ഷെ അവരുടെ മീതെ അനുഗ്രഹങ്ങൾ അവര് കണക്റ്റ് ആകേണ്ടിയവരോടായി. 2-3 കണക്ഷനകത്ത് പോയി വിക്കഡായപ്പം അവർ മനസ്സിലായി ജീവിതത്തിൽ ഒരു വളർച്ചയില്ല, ഉയർച്ചയില്ല. പക്ഷെ അവർ കണക്റ്റഡ് ആകേണ്ടിയവരോടായി, അഭിഷേകത്തോട് കണക്റ്റഡായി. ഇന്ന് അവരുടെ തലമുറകൾ, ഈ കുടുംബം, അപ്പൻ അമ്മ എല്ലാം ബ്ലെസ്ഡായി. ഞാൻ ചുമ്മാ പറയുന്നില്ല, ചില ആൾക്കാരെ എൻ്റെ മുമ്പിൽ അവരുടെ മൊത്തം ഹിസ്റ്ററിയും കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് അവരുടെ അമ്മ ഉൾപ്പെടെ അപ്പൻ ഉൾപ്പെടെ ബ്ലെസ്ഡായി. മക്കളെ ദൈവം അനുഗ്രഹിച്ചതാണ്, അനോയിൻറ്റിങ്ങിനകത്തൂടെ വർദ്ധിച്ചതാണ്. കണ്ടോ? നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് കേട്ടോ, അവിടുത്തെ അവർ നിമിത്തമല്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളൊരു അനുഗ്രഹമായിരിക്കണം. അവർക്ക് തോന്നണം നിങ്ങളുടെ വർക്ക് എക്സലൻസാണ്, നിങ്ങളുടെ വർക്ക് ബെസ്റ്റാണ്, നിങ്ങൾ ക്വാളിറ്റി ഉള്ളവരാണ്, നിങ്ങൾ ലൈഫിനകത്ത് വാല്യൂ ഉള്ളവരാണ്. നിങ്ങൾക്കൊരു എത്തിക്സ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ വാക്യൂം മാറ്റാൻ പറ്റില്ല. നിങ്ങൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒരാളെ കൊണ്ടോട് റീപ്ലേസ് ചെയ്യാൻ കാണരുത്. അതുപോലത്തെ ക്വാളിറ്റി ആയിരിക്കണം നിങ്ങൾക്ക്. ഞാൻ പറയുന്ന പോലെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒരിടത്ത് ജോലിക്ക് പോയി, ഒരു 10-15 വർഷം അവിടെ ജോലി ചെയ്തു, അത് കഴിഞ്ഞ് നിങ്ങൾ പോന്നു. നിങ്ങളുടെ പ്ലേസ് റീപ്ലേസ് ചെയ്യാൻ നോക്കിയാൽ, എന്തോ ഇട്ട് റീപ്ലേസ് ചെയ്യാൻ നോക്കിയാലും വില മതിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ ക്വാളിറ്റി ആയിരിക്കണം നിങ്ങളുടെ വർക്ക്. ഞാൻ പറയുന്ന കേൾക്കും, നിങ്ങൾക്ക് മലയാളം മനസ്സിലാകാത്തവരെ പോലെ നിങ്ങൾ ഇരിക്കുന്നത്, അതോ ചിന്തിക്കുകയാണോ? അങ്ങനെ ആയിരിക്കണം. ജോസഫ് ഈജിപ്തിലുണ്ടായിരുന്നു. ഈജിപ്റ്റ് വെൽത്തിയസ്റ്റ് കൺട്രിയായി.
ലോകത്തിലെ വെൽത്തിയസ്റ്റ് കൺട്രി ഈജിപ്റ്റ് ആയിരുന്നു യോസഫിൻ്റെ കാലത്ത്. ഈജിപ്റ്റ് എന്തൊക്കെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു. ഞാനെടുത്ത ക്ലാസ് യൂട്യൂബിൽ കിടപ്പുണ്ട്, കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല നിങ്ങൾ. സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ജോസഫാണ് മൊത്തം അവിടുത്തെ ഇക്കോണമി സിസ്റ്റം കൊണ്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെ കൊണ്ടുവന്നത് ആ സുഭിക്ഷമായ കാലത്ത്. ഇന്ന് ഞാൻ പറയാൻ ഓർക്കുന്നില്ല. വിത്ത് കൊടുക്കുന്ന സിസ്റ്റം, ഇറിഗേഷൻ സിസ്റ്റം, കൃഷി ഇറക്കുന്ന സിസ്റ്റം, പാണ്ഡികശാലയുടെ സിസ്റ്റം, 5-1 സിസ്റ്റം, എന്തൊക്കെ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ട്രാഫിക് സിസ്റ്റം, മണി ട്രാൻസാക്ഷൻ സിസ്റ്റം, ഇതെല്ലാം ഞാൻ ആർക്കിയോളജിയിൽ നിന്ന് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ആർക്കിയോളജിയിൽ നിന്ന് പഠിച്ചതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ജോസഫിൻ്റെ കാലം കഴിഞ്ഞിട്ട് മരിച്ചു. ജോസഫ് മരിച്ചു. ജോസഫിൻ്റെ സ്ഥാനത്ത് ഇന്ന് വരെ ആർക്കിയോളജി പറയുന്നത് 400 ചില്ലുവാനം വർഷം ആ ഫറവോൻ ജോസഫ് ഉണ്ടാക്കിയ സിസ്റ്റങ്ങൾ ആ രാജ്യം പിന്നീട് മുന്നോട്ട് ക്യാരി ചെയ്തെന്ന്. 400 ചില്ലുവാനം വർഷങ്ങളോളം ക്യാരി ചെയ്തെന്ന്. ജോസഫ് മരിച്ചു കഴിഞ്ഞിട്ട് പോലും ജോസഫിൻ്റെ സിസ്റ്റം മാറ്റാൻ റീപ്ലേസ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. ഇനി ഇതിനെക്കാട്ടും ബെസ്റ്റ് ഒരു സിസ്റ്റം ഇതാന്ന് പറയാൻ ആരുമില്ലായിരുന്നു കേട്ടോ. ആർക്കിയോളജി പറയുന്നത് ജോസഫ് മരിച്ചു, ഇത്രാം ആണ്ടി മരിച്ചു. അത് കഴിഞ്ഞിട്ട് എത്ര വർഷം നിൽക്കുന്നില്ല, ഏകദേശം 400-ലധികം വർഷങ്ങൾ ആ സിസ്റ്റം തന്നെ ക്യാരി ചെയ്താനി. കാരണം ഇത് റീപ്ലേസ് ചെയ്യാൻ ആരുമില്ല. റീപ്ലേസ് ചെയ്യാൻ നിങ്ങളൊരിടത്ത് ജോലിക്ക് എന്നാൽ എങ്ങനെ ആയിരിക്കണം? എക്സലൻ്റ് ആയിരിക്കണം. പക്ഷെ മറ്റുള്ളവരുടെ ജോലിക്ക് പോയി ഇവനൊന്ന് പോയി കിട്ടുമോ എന്ന് ചോദിക്കത്തു. ഇവനൊന്ന് പോയി തന്നാൽ എങ്ങനെ ഇവനെ ഒന്ന് പറഞ്ഞു വിടണമെന്ന് ഓർത്തോണ്ട്. ദൈവമക്കളെന്ന് പറഞ്ഞാൽ ജോലി ആയിരിക്കാം, ബിസിനസ് ആയിരിക്കാം. ഞാൻ എപ്പോഴെങ്കിലും ജൂയിഷിൻ്റെ ബിസിനസ് നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. ജൂയിഷ് യഹൂദന്മാരുടെ ബിസിനസ് സിസ്റ്റം പഠിപ്പിച്ചുതരാം. ഈ ക്ലാസ് എടുക്കുന്നത് പോലെ അതിൻ്റെ സിസ്റ്റങ്ങളുണ്ട്. ജൂയിഷ് ബിസിനസ് സിസ്റ്റം ഭയങ്കരം. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിശയിച്ചു പോകുന്നുള്ളൂ. അവരുടെ ബിസിനസ് സിസ്റ്റം അതിൻ്റെയൊക്കെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മൈൻഡാണ്, നമ്മുടെ മനസ്സാണ് കേട്ടോ. നമ്മുടെ മനസ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു ക്ലാസ് ഞാൻ പറയാം. ബൈബിളിലൊരു വാക്യമുണ്ട്, നിന്റെ മക്കളെ എങ്ങനെ പഠിപ്പിക്കണമെന്നാ. ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പം നീ എൻ്റെ വചനം പറയണം. നിന്റെ പിതാക്കന്മാരെ നടത്തിയ വിധങ്ങളെ പറയണം. അവർ ഉറങ്ങുമ്പോഴും ടേബിളിലിരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും അകത്ത് വരുമ്പോഴും എപ്പോഴും നിന്റെ പിതാക്കന്മാരെ ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും എൻ്റെ പ്രമാണത്തെക്കുറിച്ചും നീ പഠിപ്പിക്കണം. അങ്ങനെ അപ്പം പ്രധാനപ്പെട്ട ഒരു ടോക്ക് നടക്കുന്നത് ടേബിളിൽ ഇരിക്കുമ്പോഴാണ്. ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ടോക്കാണ്. ഡൈനിങ് ടേബിൾ ഭയങ്കര ടോക്ക്. നമുക്കത് ഡൈനിങ് ടേബിളിൽ ഇരിക്കാനേ സമയമില്ല. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് അതിന് പ്രധാനപ്പെട്ട ടോക്ക് എന്ന് പറയാം, അവിടെ വെച്ച് മൊബൈലെല്ലാം മാറ്റിയിരിക്കണം. അടുത്ത കാര്യം, അവിടെ വെച്ച് ഒരിക്കലും മറ്റൊരാളുടെ കാര്യമോ നെഗറ്റീവോ സംസാരിക്കരുത്. ഒരിക്കലും നെഗറ്റീവ് സംസാരിക്കരുത്. ഇനി അതിനെക്കുറിച്ച് പറയാം. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചു, ഒരു ബോട്ടിൽ വെള്ളം എടുത്തു വെച്ചു. ഉദാഹരണം ഞാൻ കാണിച്ചോട്ടെ. ഒരു ബോട്ടിൽ വെള്ളം എടുത്തു വെച്ചു. നിങ്ങളുടെ ടേബിളിൽ ഒരു ബോട്ടിൽ വെള്ളം ഇരിക്കുക. നിങ്ങളിരുന്ന് കുറ്റം പറയുന്നതോറും നിങ്ങൾക്കറിയാം, സൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വേവ് ലെങ്ത് പോലെ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്ന. ആ വെള്ളത്തിൽ വൈബ്രേഷൻ വരും. വെള്ളത്തിൽ നമ്മൾ പറയുന്ന സൗണ്ട്, ഗ്ലാസ്സിൽ വെച്ചേക്കുന്ന ആ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായ സൗണ്ടിന് ഒരു വൈബ്രേഷൻ ഉണ്ടാക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ മീതെ ഒരു വൈബ്രേഷൻ വരും. നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ്, പോസിറ്റീവ് എല്ലാം നിങ്ങൾ പറഞ്ഞ നെഗറ്റീവാണ് പറഞ്ഞ മൊത്തം എന്തോ ഈ വെള്ളത്തിൽ എന്തോ ആയി, വൈബ്രേഷൻ ഉണ്ടാക്കി. വെള്ളത്തിൽ എന്തോ ഉണ്ടാക്കി? വൈബ്രേഷൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എല്ലാവർക്കും കിട്ടിയോ? വൈബ്രേഷൻ ഉണ്ടാക്കി. ഈ വെള്ളത്തിൽ വൈബ്രേഷൻ ഉണ്ടാക്കി. നിങ്ങൾ നെഗറ്റീവ് മറ്റൊരാളെ കുറിച്ചാണ് പറഞ്ഞത്. ആ പുള്ളി അങ്ങനെ ആയിരുന്നു, വൈബ്രേഷൻ ഉണ്ടാക്കി. ഈ പുള്ളി ഇങ്ങനെ ആയിരുന്നു, എല്ലാം പറഞ്ഞു. ലാസ്റ്റിൽ നിങ്ങൾ തന്നെയായിരിക്കും വെള്ളം കുടിക്കുന്നത്. നെഗറ്റീവ് എല്ലാം പറഞ്ഞിട്ട് ആ വെള്ളം എടുത്ത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നെഗറ്റീവ് ഡൈനിങ് ടേബിളിൽ നിന്ന് പറയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായ ആൻറ്റി? നെഗറ്റീവ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തോ മറ്റുള്ളവനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാം പറഞ്ഞിട്ട് ആ വെള്ളം എടുത്തിട്ട് നമ്മൾ തന്നെ കുടിക്കും. നമ്മൾ തന്നെ നെഗറ്റീവ് എല്ലാം വിഴുങ്ങി. കാരണം അതിൻ്റെ പറഞ്ഞ വേർഡിൻ്റെ വൈബ്രേഷൻ മൊത്തം ഇവിടെ ഉണ്ട്. ആഹാരത്തിൻ്റെ മീതെയും പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ മീതെ.
നെഗറ്റീവ് പറയൽ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പോസിറ്റീവ് പറയൽ. ഇപ്പോൾ ബിസിനസ് ഞാൻ പിന്നീട് പറയാം. ടൈം, ഓ ഗോഡ്, ഭയങ്കര വിഷയം. റെസ്റ്റോറേഷൻ നടക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ നഷ്ടമായ ടൈം തിരിച്ചു തരും. ആർക്കെങ്കിലും തരാൻ പറ്റുമോ? പറഞ്ഞോ. പണം നഷ്ടമായാൽ തിരിച്ചു തരാം, തിരിച്ചു കിട്ടാം. നിങ്ങൾ ഇച്ചിരി കൂടെ പിടിച്ച് ജീവിച്ചാൽ, ഇക്കോണമി ആയിട്ട് ജീവിച്ചാൽ, ബുദ്ധിയോടെ ജീവിച്ചാൽ, നിങ്ങൾ ഇച്ചിരി കൂടെ എന്തുവാ ബുദ്ധിയോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് പണം നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യും. കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്ത് അധ്വാനിച്ച് പണം നിങ്ങൾക്ക് തിരിച്ചുണ്ടാക്കാം. അപ്പോൾ പണം തിരിച്ചു കിട്ടും. എഡ്യൂക്കേഷൻ തിരിച്ചു കിട്ടാമോ? തിരിച്ചു കിട്ടത്തില്ലേ? തിരിച്ചു കിട്ടും. എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും പഠിക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ തിരിച്ചു കിട്ടും. പിന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പുകൾ പോയതോ തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടാം. റിലേഷൻഷിപ്പ് തിരിച്ചു കിട്ടാം. ഹെൽത്ത് പോയത് തിരിച്ചു കിട്ടാമോ? തിരിച്ചു കിട്ടാം. എല്ലാം തിരിച്ചു കിട്ടാം. പക്ഷെ സമയം തിരിച്ചു കിട്ടുമോ? ഇന്നലത്തെ സമയം ഇനി എന്തെങ്കിലും കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. സമയം പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. പക്ഷെ ബൈബിൾ മാത്രം പഠിപ്പിക്കുന്നു നിന്റെ സമയം ദൈവത്തിന് തിരിച്ചു തരാൻ പറ്റും. ഒരു വലിയ വിഷയം കേട്ടോ. സമയം ദൈവത്തിന് തിരിച്ചു തരാൻ പറ്റും. അത് നിങ്ങൾ ഓർത്തോണം. നിങ്ങളത് 3 രീതി വരയ്ക്കാം. സമയം നിങ്ങൾക്ക് തിരിച്ചു തരാം, ദൈവത്തിന് തിരിച്ചു തരാൻ പറ്റും. എന്തുവാ പറഞ്ഞേക്കുന്നത്? ഒന്ന്, ബൈബിൾ പറഞ്ഞേക്ക്, വെട്ടിക്കിളി, തുള്ളൻ, പച്ചപ്പുഴു, തിന്നുകളഞ്ഞ, ബൈബിൾ എഴുതിയിരിക്കുന്ന വേർഡ്, സംവത്സരങ്ങൾക്ക് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ സമയം റിസ്റ്റോർ ചെയ്യുന്ന എങ്ങനെയാണ് നിങ്ങൾ പഠിക്കണം. 2, ബൈബിളിൽ അടുത്ത വാക്യം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുമോ. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് നിറയ്ക്കും. നിന്റെ നഷ്ടമായ യൗവനം, എനിക്കിന്ന് ചിന്തിക്കുക, കർത്താവേ എൻ്റെ യൗവനം ഒന്നുകൂടി, ആ യൗവനത്തിൻ്റെ ഏജ്, പക്ഷെ എൻ്റെ യൗവനം നഷ്ടമായി പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തിരിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് ഇത് കുറച്ചും കൂടെ ബുദ്ധിയും പരിജ്ഞാനം കൂടെ കിട്ടിയായിരുന്നേ കുറച്ചും കൂടെ നല്ലതായിട്ട് ഓടാമായിരുന്നുള്ള ചിന്തയാണ്. കർത്താവ് ഇച്ചിരി കൂടെ നല്ലവണ്ണം കുറച്ചും കൂടെ ചെയ്യാമായിരുന്നു. എത്രയോ പേര് അവരുടെ യൗവനം പോയി, അവരുടെ ജീവിതം കളഞ്ഞു അല്ലേ. പക്ഷെ യൗവനം തിരിച്ചു കിട്ടും, ടൈം തിരിച്ചു കിട്ടും. ടൈമിനെ കാണിക്കുന്ന കേട്ടോ, ടൈം തിരിച്ചു കിട്ടും. എങ്ങനെ തിരിച്ചു കിട്ടുന്നതെന്ന് കൂടെ ഞാൻ പഠിപ്പിക്കാം, ബൈബിൾ പഠിപ്പിക്കാം. എന്നിട്ട് അത് പറയുന്നത് വേഗത്തിൽ ഈ സ്ലൈഡ് നിർത്തിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇത് ചുമ്മാ കേട്ടിട്ട് പോകല്ലേ, നല്ല ക്ലാസ് ആയിരുന്നു. നിങ്ങൾ വീട്ടിൽ പോയി ഇത് ഓരോന്നോരോന്ന് നിങ്ങളുടെ ലൈഫിൽ എഴുതി വെച്ചിട്ട് ഇൻഡിവിജ്വലി ഞാൻ എന്തൊക്കെ ചെയ്യണം, ശ്രദ്ധിച്ചേ, ഇൻഡിവിജ്വലി ഞാൻ എന്തൊക്കെ ചെയ്യണം, എൻ്റെ ലൈഫ് പണിയപ്പെടണം, അതിനുവേണ്ടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. രണ്ടാമത്തേത്, ഫാമിലി ലൈഫിൽ എന്തൊക്കെ ചെയ്യണം, അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യണം. അടുത്തത്, കുഞ്ഞുങ്ങളുടെ മീതെ എന്തൊക്കെ ചെയ്യണം, പൊസഷൻസിൻ്റെ മീതെ എന്തൊക്കെ ചെയ്യണം, ചർച്ചിൻ്റെ മീതെ എന്തൊക്കെ ചെയ്യണം, എവറിത്തിങ് ഒരു വർക്കൗട്ട്. വർക്കൗട്ട് ചെയ്യണം കേട്ടോ, എല്ലാ ഏരിയകളിലും വർക്കൗട്ട് ചെയ്യണം. ടൈം എങ്ങനെ തിരിച്ചു കിട്ടുന്നത് ഞാൻ പറയാം. നിങ്ങൾക്ക് ബൈബിളിൽ ഒരു വലിയ വേർഡാണ്, ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. അങ്ങനെ വേർഡ് തുടങ്ങുന്നത്. ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരോ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ പറഞ്ഞോ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ക്ഷീണിച്ചു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ പറക്കുകയും, അങ്ങനല്ലേ ഓട്, ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും. യഹോവയ്ക്ക് കാത്തിരിക്കുന്നവർ ശക്തിയെ അവർ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകണം. ശക്തിയെ പുതുക്കുക, കഴുകനോട് സംബോധന സിംബോളിക്കായിട്ട് പറഞ്ഞേക്കോ, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകും. ഈ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള അവിടെ നിന്നു. എന്നിട്ട് ഞാൻ അടുത്ത വേർഡ് ഞാൻ പറയാം. ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള വേർഡ് നിങ്ങൾ ഓർത്തിരുന്നു. ഉദാഹരണം പറയാം. ഒരാൾ നടന്നു പോയതിൻ്റെ സ്പീഡ് വേറെയാണ്, ഓടുന്നതിൻ്റെ സ്പീഡല്ല നടക്കുന്നതിന് അല്ലേ. ഞങ്ങളിപ്പം കേരളത്തിൽ പോയി, എന്നാൽ ഇന്നലെ മാത്രം ഞാൻ വണ്ടി ഓടിച്ചത് 19 മണിക്കൂറാണ്. 19 മണിക്കൂർ ഇന്നലെ വണ്ടി ഓടിച്ചത്. രാവിലെ 4:30 തിരിച്ചതാണ്, രാത്രി 11:30 വീട്ടിൽ വരുന്നത്. ഏകദേശം 19 മണിക്കൂറാണ് വണ്ടി ഓടിച്ചത്.
ഒന്നും വേണ്ട, 19 മണിക്കൂറൊന്നും വണ്ടി ഓടിക്കണ്ട, നേരെ കൊച്ചിയിലോട്ട് ചെല്ലുക, അല്ലെ ട്രിവാൻഡ്രത്തോട്ട് ചെല്ലുക, ഫ്ലൈറ്റിന് കയറുക, 55 മിനിറ്റ് കൊണ്ട് ബാംഗ്ലൂർ വരാം. 1 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ വരാം അല്ലേ? പ്ലെയിനിൽ കയറി എന്നാൽ മതി, എല്ലാവരും കൂടെ ഒന്നിച്ച് ബാംഗ്ലൂരിൽ 1 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ വരാം. 19 മണിക്കൂർ, 18 മണിക്കൂർ സേവ് ചെയ്യാം. മനസ്സിലായി? ട്രെയിന് പോയാലോ? ട്രെയിന് പോയാൽ 14 മണിക്കൂർ വേണം. 14 മണിക്കൂർ കൊണ്ട് വരാം ട്രെയിന് പോയി കഴിഞ്ഞാൽ. ഓരോന്നിൻ്റെ സ്പീഡ് ഓരോന്നാണ്. പക്ഷേ ബൈബിൾ പറയുക, നിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ദൈവം ഉയർന്നാൽ നിൻ്റെ സ്പീഡ് ദൈവം വർദ്ധിപ്പിക്കും. സ്പീഡ് വർദ്ധിപ്പിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ആൾട്ടിറ്റ്യൂഡ് ഉയരണം. ആൾട്ടിറ്റ്യൂഡ് ഞാൻ നിൻ്റെ സ്പിരിച്വൽ ലെവൽ, ഹയർ ലെവലിൽ പോകണം. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കും. അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരെ പോലെ ഓടും, കുറച്ച് പേര് മുന്നേ ഓടും, അവർ കുറച്ച് പേര് അതിന് മുന്നേ ഓടും, നമ്മളിങ്ങനെ പിന്നെ ഓടിയും കീഴിച്ചും പിന്നെ റെസ്റ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ ദൈവം നിൻ്റെ ആൾട്ടിറ്റ്യൂഡിനെ വർദ്ധിപ്പിച്ചാൽ, അവർ 15 വർഷം കൊണ്ട് എത്തിയത് നിനക്ക് 2 വർഷം മതി അവിടെ എത്താൻ. മനസ്സിലായോ? നിനക്ക് 2 വർഷം മതി. 19 മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്നതിന് പകരം 55 മിനിറ്റ് കൊണ്ട് നീ ആൾട്ടിറ്റ്യൂഡിൽ കയറിയ. ആറ്റിറ്റ്യൂഡല്ല, ആൾട്ടിറ്റ്യൂഡ് കേട്ടോ. ഹയർ ലെവലിൽ കയറിയ. നിങ്ങളുടെ ടൈം തിരിച്ചു വരുന്നതെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ലെവലിനെ ആദ്യം ദൈവം റീഗെയിൻ ചെയ്യും. എന്തോ ചെയ്യും? സ്പിരിച്വൽ ലൈഫിനെ ദൈവം തുറക്കും. എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്. എൻ്റെ കൂട്ടുകാർക്കും മറ്റാർക്കും എത്താൻ പറ്റാത്ത അളവിലേക്ക് കർത്താവിനെ എത്തിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ കൃപയ്ക്കകത്ത് കേട്ടോ. ദൈവം തരട്ടെ. അടുത്തത് റിലേഷൻഷിപ്പ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. റിലേഷൻഷിപ്പ് കേട്ടോ. റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണ് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വരുന്നത്. എന്നും ഓർക്കണം. ഒത്തിരി പേർക്ക് ഇല്ലാത്ത ഒരു സാധനമാണ് റിലേഷൻഷിപ്പ്. അവർക്ക് ആരോടും ബന്ധമില്ല. ബൈബിളിൽ എവിടെ ഒരു വാക്യമുണ്ട്, ഇതാ തനിച്ചു പാർക്കുന്ന ജനം. ആ വേർഡിൻ്റെ അർത്ഥം അങ്ങനല്ല. ഞാൻ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ആ വേർഡിൻ്റെ അർത്ഥം അതല്ല. റിലേഷൻഷിപ്പ് വേണ്ടെന്നല്ല. ജാതികളുടെ സമ്പ്രദായങ്ങളും ആചാരങ്ങളും ഒന്നും നിന്റെ കയ്യിൽ വരല്ലെന്ന് ആ വേർഡിൻ്റെ അർത്ഥം കേട്ടോ. ജാതികൾക്കുള്ള സമ്പ്രദായങ്ങളൊന്നും നമ്മുടെ ഉള്ളിൽ വരല്ല. എന്നുവെച്ചാൽ ഏതോ ഒരു പെക്യൂലിയർ ജനം, അതിനകത്ത് റിലേഷൻഷിപ്പ് വേണ്ടെന്നല്ല. ഞാൻ ഭയങ്കര എനിക്ക് അവിടെ ആരെയും ഒന്നും വേണ്ട, നമ്മൾ എങ്ങും എത്തത്തില്ല. റിലേഷൻഷിപ്പ് വഴിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നന്മകളധികം തുറക്കുന്നത്. പല ആൾക്കാർക്കും റിലേഷൻഷിപ്പ് ഉണ്ട്, അത് അൺഹെൽത്തി റിലേഷൻഷിപ്പാണ്, നല്ലതല്ലാത്ത റിലേഷൻഷിപ്പാണ്. അതവരെ നാശത്തിൽ കൊണ്ടു. ഹെൽത്തിയസ്റ്റ് റിലേഷൻഷിപ്പ് നിങ്ങളെ ബിൽഡ് ചെയ്യും. ദൈവത്തിൻ്റെ നന്മകൾ പലതും നടക്കുന്നത് എങ്ങനെ, അനുഗ്രഹങ്ങൾ തരുന്നത് എങ്ങനെ? റിലേഷൻഷിപ്പിൽ കൂടെ. അതോർത്തോ. ഒന്നാമത്തെ റിലേഷൻഷിപ്പ് ദൈവത്തോടൊരു റിലേഷൻഷിപ്പ്. നീ ദൈവത്തോടൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിനക്ക് ചുറ്റുവട്ടങ്ങളിൽ നല്ല റിലേഷൻഷിപ്പ് ആണോ? ദൈവത്തോടുള്ള നിന്റെ ബന്ധം ഹെൽത്തിയസ്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നീ ചുറ്റുവട്ടങ്ങളിൽ നിന്റെ റിലേഷൻഷിപ്പ് ഹെൽത്തിയസ്റ്റ് ആയി കേട്ടോ. ഇനി ഒത്തിരി ഉദാഹരണങ്ങൾ പറയാം. ദൈവം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ ഈ വേർഡുകൾ ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ചില കഴിവുകൾ കാണാം. ആ കഴിവായിരിക്കത്തില്ല അടുത്ത ആളുടെ ഉള്ള കഴിവ്. എല്ലാവർക്കും ഡിഫറെൻറ്റ് കഴിവാണ്. ഈ റിലേഷൻഷിപ്പിനകത്തൂടെയാണ് ഇതിനെ ദൈവം സ്ട്രോങ് ആക്കുന്നത്. ഒത്തിരി രീതി ഞാൻ പഠിപ്പിക്കാം, പക്ഷെ ഇത് സമയമില്ല. റിലേഷൻഷിപ്പ് വഴിയാണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം പറയാം. പ്രത്യേകിച്ച് ലൈഫ് ലൈറ്റ് ടീമുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നതാണ്. ഈ ലൈഫ് ലൈറ്റ് ടീമിൽ വന്നുകൊണ്ട് പഠിപ്പിക്കാനുള്ള കാരണം ചർച്ചയിൽ നിന്ന് കിട്ടിയ അനുഭവമാണ്. എൻ്റെ കർത്താവേ, ചർച്ചിലോട്ട് പുതിയ ആൾക്കാർ വരുമ്പോൾ ചിലർക്ക് അങ്ങ് ബുദ്ധിമുട്ടാണ്. എൻ്റെ സ്ഥാനം പോകുമോ? ഉദാഹരണം പറയാം. ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പുള്ളി നല്ലവണ്ണം പാട്ട് പാടി. ആ ചർച്ചിൽ വേറെ പാട്ട് പാടുന്ന ഒരാൾ വന്നു. ഇനി ഇവനെ എങ്ങനെങ്കിലും തോളും കൊണ്ട് തള്ളിക്കളയും ഇവനെ, അല്ലേ? കുറ്റം പറയുക, അവനെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കുക, അവനെ തള്ളി പുറത്തിയാടുക. കാരണം ഈ പുള്ളി ഇതെല്ലാം കാണിക്കാനുള്ള കാരണം എന്താ? ഇൻസെക്യൂരിറ്റിയാണ്. അവൻ കയറി വന്നാൽ ഇവൻ്റെ കാര്യം പോക്കാം എന്നുള്ളതുകൊണ്ടാണ്.
പക്ഷെ ആ ബന്ധങ്ങളെ പ്രോപ്പർലി ഇവൻ യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഇവനാ നാശം പറ്റുന്നത്. ആർക്കാ? ഈ പുള്ളിക്ക്. എന്തോ അതിനകത്തുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എന്തോ ചിന്തിക്കാൻ അറിയാം. ഇപ്പം ഒരാൾ വരിക, ആ പാട്ട് പാടുന്നവൻ വന്നു, ഈ പുള്ളിക്ക് കുറച്ചും കൂടെ വൈഡ് റേഞ്ചിൽ പാട്ട് പാടാൻ പോ. ഇവിടെ തന്നെ പാട്ട് പാടണ്ട, വൈഡ് റേഞ്ചിൽ പാട്ട് പാടാം. അടുത്തത്, ഇവനെ ഏൽപ്പിക്കാൻ പറ്റുമോ? ഒരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. 2, ഇവൻ അറിയാൻ വയ്യാത്ത പാട്ടിൻ്റെ ടെക്നിക്സ് അവൻ അറിയായിരിക്കും, അവൻ്റെ കയ്യിൽ നിന്ന് പഠിക്കാൻ പറ്റും. അവൻ പാട്ട് പാടുമ്പോൾ അവൻ്റെ കാര്യങ്ങളെ കണ്ട് പഠിക്കാൻ പറ്റുമോ? ദൈവം അതിനെ നിൻ്റെ അടുക്ക കൊണ്ടുവന്നത് നിന്നെ പഠിപ്പിക്കാനും നിന്നെ അനുഗ്രഹിക്കാനും. പക്ഷെ നമ്മുടെ അകത്തെ ഈ സ്റ്റബേൺ ചിന്ത കാരണം ആൾക്കാരെന്ത് കൊടുക്കും? ഞാനങ്ങനെ ചെയ്യുന്നേ. ഒരാളെ, പുതിയ ആളിനെ കിട്ടുമോ, ഞാൻ ഓർക്കടാ എന്നെക്കാട്ടിൽ എന്തൊക്കെയോ ടാലൻറ്റ് ഇവനകത്തുണ്ട്, അത് ഞാൻ പഠിച്ചെടുക്കും. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടും. ഞാനങ്ങനെ ഇപ്പോഴും ചെയ്യുന്നത് അങ്ങനെ. ആൻറ്റി ഇപ്പോഴും ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടും. അവരെൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പഠിക്കും, എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പഠിക്കുകയും ചെയ്യും, അവരുടെ കയ്യിൽ നിന്ന് ഞാനും ഒത്തിരി പഠിക്കും. ചില ആൾക്കാരങ്ങനെ IT ആൾക്കാർ ഓരോരുത്തരും ചോദിച്ചാൽ ഈ AI കാര്യം ഇങ്ങനെ ഉണ്ട്. എൻ്റെ ഒരു കൂട്ടുകാർ ജോൽ ഇടയ്ക്ക് പറയും, ചോദിച്ചാൽ ഞാൻ AI കാര്യം പഠിപ്പിക്കുന്ന ആളാണ്, ഹയർ ക്വാളിഫൈഡാണ് അവൻ ഹയർ ക്വാളിഫൈഡാണ്. ഇവിടെ വരാറുണ്ട് ഇടയ്ക്ക്. ഞാൻ പറയും, ജോലെ എന്നെ ഇത് പഠിപ്പിച്ചു തരണേ. അവരുടെ കയ്യിൽ നിന്ന് ചിലത് പഠിപ്പിക്കാം. ചോദിച്ചാൽ ഇന്ന രീതി ശ്രദ്ധിച്ചാൽ മതി. അവർ കയ്യിലുള്ള പക്ഷേ ബാക്കി സൈഡുകളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് അങ്ങോട്ടായിരിക്കും ഇൻഫർമേഷൻ കിട്ടുന്നത്. അല്ല, നീ വന്നാൽ എൻ്റെ സാധനം പോക്കാം, അതുകൊണ്ട് നിന്നെ ഞാൻ അടുപ്പിക്കത്തില്ല. റിലേഷൻഷിപ്പ് ഭയങ്കര ബന്ധം, ഭയങ്കര കാര്യം. 2ാമത്തെ കാര്യം, മോശയ്ക്ക് സംസാരിച്ചൊന്ന് പറഞ്ഞ് പ്രസംഗിച്ച് വരണമെങ്കിൽ 2-3 മണിക്കൂറിലൊക്കെ ഇൻട്രൊഡക്ഷൻ പറയണേ പുള്ളി. ആൾക്കാരെ കാണുമോ? ഏതെങ്കിലും ചർച്ചിൽ ആൾക്കാർ ഇരിക്കുമോ മോശ പ്രസംഗിക്കാൻ വന്നു? ഇരിക്കത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു, നിനക്ക് സംസാരിക്കാൻ നാവില്ല, നിന്റെ നാവോടും കൂടെ ഞാൻ ഇരിക്കാം, പക്ഷെ നാക്കുള്ള ഒരാളെ നിനക്ക് ഞാൻ തരാം. ആരാ നാക്കുള്ളത്? ആഹാരോ നിന്റെ കൂടെ ഞാൻ തരാം. ആഹാരോ നിന്റെ വായായിരിക്കും. മനസ്സിലായി? ആഹാരോ നിന്റെ വായായിരിക്കും. അപ്പം നിങ്ങളുടെ ലൈഫിൽ ചിലത് ഇല്ലാത്തതിനെ പിന്നെ ആവശ്യമില്ലാത്ത വായുള്ളവരോട് പോയി കൂടുകയും ചെയ്യില്ല, അത് അവനും വല്ലാത്ത വായായിരിക്കും കേട്ടോ. ആവശ്യമില്ലാത്ത വായുള്ളവരോട് പോയി കൂടല്ലേ, നിങ്ങളുള്ള ദൈവകൃപയും കൂടെ പോയി കിട്ടും. അങ്ങനെ ചെയ്യും. ദൈവം പറഞ്ഞു, ദ ഡിവൈൻ അപ്പോയിൻമെൻറ്റ് ഞാൻ തരാം. ഡിവൈൻ അപ്പോയിൻമെൻറ്റ്. മോശ യുദ്ധം ചെയ്യത്തില്ല, യുദ്ധം ചെയ്യാൻ അറിയാം മോശയ്ക്ക്, പക്ഷെ മോശ യുദ്ധം ചെയ്യുന്നില്ല. പക്ഷെ ദൈവം പറഞ്ഞു, യോശുവയെ തരാം, അവന് യുദ്ധം അറിയാം. കണ്ടോ? റിലേഷൻഷിപ്പ് കണ്ടോ? റിലേഷൻഷിപ്പ് ഉണ്ട്. യോശുവ യുദ്ധം ചെയ്തു. മോശയ്ക്ക് അറിയാവുന്നത് മോശ കൈ ഉയർത്തി പിടിച്ചു. ഈ ഒത്തിരി ടൈപ്പ് കാര്യങ്ങൾ ഞാൻ കണ്ടതുകൊണ്ടും ഓരോരുത്തർ യാത്ര ചെയ്യുന്നതുകൊണ്ടും ഒക്കെ ഞാൻ ഈ യോശുവയോട് ചിലർ പറയും, ഇന്നത്തെ ചില ആൾക്കാർ പറയും, യോശുവയെ പോയി യുദ്ധം ചെയ്തു, എന്നിട്ട് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എല്ലാം സേഫായിട്ടുണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ. ഉണ്ട്. ഞാൻ കൈ ഉയർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ ഓർത്തോന്ന് യുദ്ധം ചെയ്തോളാൻ മതി. എന്നിട്ട് ഈ പുള്ളി വീട്ടിൽ പോയി കിടന്നു പറഞ്ഞു, താഴ്വരെ ബാക്കിയുള്ളവൻ വെട്ട് കിട്ടിക്കോട്ടെ. ഇതൊന്നും ദൈവസംഘം, ഇതൊന്നും വില പോകത്തില്ല. സിംഹം വരുമ്പം, ബൈബിൾ പറഞ്ഞ സിംഹം വരുമ്പം എന്തോ ഒരു യജമാനൻ എന്ത് കൊടുക്കുമെന്ന് അറിയാം. നല്ല ഇടയനാണെങ്കിൽ ആടിൻ്റെയും സിംഹത്തിൻ്റെയും ഇടയ്ക്ക് നിർത്തും, ഫൈറ്റ് ചെയ്യും. ഈ കള്ള ഇടയനാണെന്ന് എന്ത് കൊടുക്കും? കള്ള ഇടയൻ ആടിനെ മൊത്തം വിട്ടുകൊടുത്തിട്ട് അവൻ ഓടിയ പറയും. യേശു കർത്താവ് പറഞ്ഞാൽ ഞാൻ കള്ള ഇടയനല്ലെന്നാ, അങ്ങനെയല്ല പറയും. യേശു ഞാൻ നല്ല ഇടയനാകും, എൻ്റെ ജീവനെ ഞാൻ കൊടുക്കുന്നു. ഒത്തിരി ടൈപ്പ് ആൾക്കാരെ കാണും, ഒത്തിരി ടൈപ്പ് ഈ ആറ്റിറ്റ്യൂഡുള്ള പല ടൈപ്പ് ആൾക്കാരെ കാണും കേട്ടോ. നമ്മുടെ റിലേഷൻഷിപ്പ്, തെറ്റായ റിലേഷൻഷിപ്പിൽ പോയി വീടരുത്, വളരത്തില്ല. അവർ നമ്മളെ യൂട്ടിലൈസ് ചെയ്യുക മാത്രമല്ല, ചിലപ്പോൾ നമ്മളെ കൊല്ലാനും കൂടെ പിടിച്ചു, കൊല്ലാനും. അത് അവസരം വരുമ്പോഴേ അറിയത്തുള്ളൂ, പെട്ടെന്ന് അറിയത്തില്ല. കൊല്ലാനും കൂടെ പിടിച്ചു. പക്ഷേ നല്ല റിലേഷൻഷിപ്പുണ്ട്, കൈ താഴത്തില്ല, അവരുടെ കൈയൊന്നും ഉയർന്നിരിക്കും കേട്ടോ. അവരുടെ കൈ ഉയർന്നിരിക്കും. ദൈവം അങ്ങനെയുള്ളവരെ, വിശ്വസ്തന്മാരെ ദൈവത്തിന് വേണ്ടിയത്. മിടുക്കന്മാരെയും നമ്മുടെ ഒരു ദേവാസം പറയുന്ന പോലെ വില്ലന്മാരെ അല്ല ദൈവത്തിന് വേണ്ടിയേ.
ദൈവത്തിന് വേണ്ടിയത് വിശ്വസ്തന്മാർ. റിലേഷൻഷിപ്പ്, ഹെൽത്തിയസ്റ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ് നല്ല റിലേഷൻഷിപ്പ് തരണേ കേട്ടോ. നിങ്ങളെന്നും അടുത്ത വീടും എല്ലാ റിലേഷൻഷിപ്പും ഒരു സീസണിലേക്കേ ഉള്ളൂ. എൻ്റെ ചങ്ക, എൻ്റെ പൊന്ന, ഞാൻ നിന്നെ ഒരിക്കലും വിട്ടിട്ട് പോകത്തില്ല. ചുമ്മാ ഇതൊക്കെ പറയുന്ന ഈ കുറച്ച് നാളത്തേക്കിനേ ഉള്ളൂ. പക്ഷേ അവർ നിങ്ങളെ വിട്ടു പോയാലും നാളുകളിൽ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ നിങ്ങളോട് സ്നേഹവും ബഹുമാനവും വരാം. ആ റോയ് പാഷ് വരുന്നുണ്ട്, വഴി കൂടെ വിട്ടുപോകാമെന്ന് ഓർക്കല്ലേ. എവിടെ വെച്ച് നിങ്ങളെ കണ്ടാലും അങ്ങനെ ആയിരിക്കണം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് കൊടുക്കും? വരുന്നുണ്ടേ ഓടിക്കൊള്ളാൻ പറയും അല്ലേ. ചില ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ അവർ വീടടിച്ചിട്ട് പറയും ഇവിടെ ആരും ഇല്ല, വരണ്ടെന്ന് പറയും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം. ഇതെല്ലാം ദൈവമാണ് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം തരുന്നു കേട്ടോ. ദൈവിക ഡിവൈൻ വിസ്ഡം എന്നും ഓർത്തോണം. മറ്റൊരാൾക്ക് കഴിവില്ലാത്ത ഒരു കഴിവുള്ള ഒരാളെ നിങ്ങളുടെ അടുക്ക ദൈവം കൊണ്ടുവരുന്നത് എന്തോ നിങ്ങളുടെ അനുഗ്രഹത്തിനാണ്. നമ്മളപ്പം അത് വളരെ ബുദ്ധിയോടെ, പരിജ്ഞാനത്തോടെ, താഴ്മയോടെ നിൽക്കണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും? മോശയുടെ കാര്യം തന്നെയല്ല, ഒത്തിരി ബൈബിളിൽ കാണാം കേട്ടോ. ബലഹീനമായ ഒരാളുടെ അടുക്കൽ എനിക്ക് ഭയങ്കര അനോയിൻറ്റിങ്ങാണ്, ഭയങ്കര അഭിഷേകമാണ്. പക്ഷെ ചില ഏരിയയിൽ എനിക്ക് സപ്പോർട്ട് വേണം. ഞാനാണ് എല്ലാത്തിനും നിറഞ്ഞവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് എനിക്ക് വേണം. ഏത് മനുഷ്യന് ഹെൽപ്പ് വേണം. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. മനുഷ്യൻ എന്തോ ജീവിയാണ്? സാമൂഹിക ജീവിയാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന ജീവിയല്ല, സാമൂഹിക ജീവിയാണ്. ഇല്ല ഞാൻ ഒറ്റയ്ക്ക്, ഞാനിവിടെ വരെ വന്നോട്ടെ, ചുമ്മാ ഇവിടെ നിന്നെ വളർത്തിയത് ആരോ അമ്മയാണ്. നിനക്ക് ചോറ് തന്നതോ, നിന്നെ പ്രസവിച്ചത് ഏതോ അമ്മയാണ്, നിന്നെ പോറ്റിയത് അപ്പനാ. നിനക്ക് എത്രയൊക്കെയോ ഇവിടെ അല്ലല്ലോ, ഞാനാണ് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിജ്ഞാനമുള്ളവർ, ബുദ്ധിയുള്ളവർ ഒരിക്കലും ചിന്തിക്കത്തില്ല. നിന്നെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നോ? ആരെങ്കിലുമൊക്കെ പഠിച്ച കാര്യങ്ങൾ അത് ബുക്കുണ്ടാക്കിയാണോ നിന്നെ പഠിപ്പിച്ചത്? സപ്പോർട്ടിങ് സിസ്റ്റം വേണം. മനുഷ്യനാണോ? ചില പിള്ളേർ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് വളർന്നതാണ്, ഞാൻ ഇന്ന് ഇപ്പോഴെങ്ങനെ അങ്ങ് പൊട്ടി വീണതാണ്, ഞാൻ IAS ആയിട്ട് ഇപ്പോഴേ, അല്ലെങ്കിൽ PhD ആയിട്ട് ഇപ്പോഴേ അങ്ങനെ ഞാൻ പൊട്ടി വീണ. ഒന്നുമല്ല. നീ ഇവിടെ വരെ എത്താൻ ഒത്തിരി ആൾക്കാരെ ഉറക്കളച്ചിട്ടുണ്ട്. ഏതോ അമ്മ ഉറക്കളച്ചിട്ടുണ്ട്, ഏതോ അപ്പൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഏതോ ടീച്ചേഴ്സ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല, നിൻ്റെ പലതരത്തിൽ നിന്നോട് അടുത്തവരും എല്ലാം നിനക്ക് സപ്പോർട്ടിങ് സിസ്റ്റം വേണം. ഇല്ലെങ്കിൽ നീ മെൻ്റൽ ഡിപ്രഷനായി മാനസിക രോഗിയായിരിക്കും. മാനസിക രോഗിക്ക് പോലും വേണം ട്രീറ്റ്മെൻറ്റ് വേണം, അതിന് ആൾക്കാരെ വേണം അല്ലേ. റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അടുത്തത് റിസോഴ്സ്. പറഞ്ഞു നിർത്താം. റിസോഴ്സ്. അഭിഷേകമുള്ളവൻ്റെ കൈകളിൽ, അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ കൈകളിൽ ഏത് റിസോഴ്സ് കിട്ടിയാലും അത് വെപ്പണായി തീരും. എന്തായി തീരും? ഭയങ്കര ആയുധമായി തീരും, നന്മയായി തീരും. മറ്റുള്ളവർക്ക് എന്തോ കിട്ടിയാലും കണ്ണ് കാണത്തില്ല. ഒന്നുമില്ല, ഇവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ല. നമ്മുടെ ലൈഫ് ലൈൻ ടീമിനകത്ത് അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഉണ്ട്. നമ്മൾ ട്രെയിനിങ്ങിന് പറയുന്ന ഒരു കാര്യമാണ്, ഈ മുറിക്കകത്ത് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, നിങ്ങൾ തന്നെ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തു. ഈ മുറിക്കകത്ത്, നിങ്ങളുള്ള മുറിക്കകത്ത് എന്തൊക്കെയുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ അവയവങ്ങളുടെ പേരുകൾ ഒഴിച്ച് ABCD തൊട്ട് Z വരെ അത് മൊത്തം ഫില്ല് ചെയ്യണം. എന്തുണ്ടായിരിക്കും? എയറുണ്ട്. എയർ തന്നെയല്ല, പലതുണ്ട്. ഞാൻ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ച പിള്ളേർ രസകരമായ കാര്യം ചെയ്തിട്ടുണ്ട്. B എന്തോ ഉണ്ട്? B എന്നുള്ള ഒരു വേർഡ് എഴുതണം. എന്നിട്ട് Bയുടെ എന്തോ ഉള്ളത്? കോളേജിൽ ചെല്ലും പിള്ളേർ ബെഞ്ചുണ്ട്. ABC. C എന്തോ ഉണ്ട്? അടുത്ത് അങ്ങനെ Z വരെ ഫില്ലപ്പ് ചെയ്യണം. നിങ്ങളുടെ അവയവങ്ങളൊന്നും ആയിരിക്കില്ല, ശരീരത്തിൻ്റെ ഒരു ബോഡി പാർട്സും ആകില്ല. നിങ്ങളുടെ ആ മുറിക്കകത്തുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഫില്ലപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? Z വരെ. നിങ്ങൾ ഭയങ്കര ഒബ്സർവൻ്റ് ആവും. പ്രാക്ടീസ് ചെയ്ത് നോക്കി.
ഞാനൊരു ദിവസം ഒരു സ്ഥലത്ത് ചെന്നിട്ട്, ഒരു കോളേജിൽ ചെന്നിട്ട് ഞാൻ പിള്ളേരോട് പറഞ്ഞ് പേപ്പർ എടുത്തേ, എന്നിട്ട് നിങ്ങളുടെ ഈ മുറിക്കകത്തുള്ള സാധനം ഇന്നതുപോലെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു കൊച്ചെഴുതി എന്തോ എഴുതിയേക്കെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് ആൻഡ് എന്ന്. ഞാൻ പറഞ്ഞു, ഈ മുറിക്കകത്ത് എവിടെ ആൻഡുള്ള? ഇവിടെ എവിടെയെങ്കിലും കാണും, തപ്പിക്കോളാൻ പറഞ്ഞു. ഉറുമ്പ് എവിടെയെങ്കിലും കാണും, ആൻഡ് എന്നെഴുതാൻ പറഞ്ഞു. പിന്നെ ഒരു കൊച്ചു പറഞ്ഞു, സി എന്ന് എന്തോ എഴുതിയേക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? സി കാർബൺ ഡൈ ഓക്സൈഡ്. കണ്ടോ, പിള്ളേർ ഒബ്സർവൻ്റ് ആകുന്നുണ്ടോ? നമുക്കാണെങ്കിൽ ഒന്നും നമ്മൾ ആ പേപ്പർ മടക്കി വെച്ചിട്ട് ഇതൊക്കെ ആർക്ക് എന്ത് വേണം? പ്രാക്ടീസ് 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 കേട്ടോ. നമ്മൾ റിസോഴ്സ്, നിങ്ങൾക്ക് ദൈവമക്കളാണെങ്കിൽ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് മൊത്തം റിസോഴ്സ് ആയിരിക്കും. ഭയങ്കര ആ റിസോഴ്സ് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യണം. റിസോഴ്സ് എന്ത് കൊടുക്കണം? പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യണം. എന്ത് റിസോഴ്സ് കിട്ടി? അഭിഷേകമുള്ളവൻ്റെ കയ്യിൽ കല്ല് കിട്ടിയാൽ മതി, ഗോലിയാത്ത് വീഴും. അഭിഷേകമുള്ളവൻ്റെ കയ്യിൽ താടിയല് കിട്ടിയാൽ മതി, അത് ഭയങ്കര വെപ്പണാണ്. അഭിഷേകമുള്ളവൻ്റെ കയ്യിൽ ഉണക്കവടി കിട്ടിയാൽ മതി. ഇവൻ അഭിഷേകമുള്ളവൻ്റെ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട, അവൻ കണ്ണി കാണുന്ന എല്ലാ ആയുധമായിരിക്കും. എന്തോ ബൈബിളല്ല, നമ്മുടെ നാടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വല്ലവന് പുല്ലും ആയുധം എന്നല്ലേ? അങ്ങനല്ലേ? വല്ലവന് പുല്ലും ആയുധം അല്ലേ? പക്ഷേ നമ്മുടെ മൈൻഡ് അടഞ്ഞാണെങ്കിൽ നമ്മൾ എന്തോ റിസോഴ്സ് ഇരുന്നാലും ഇവിടെ ഒന്നും ഒന്നുമില്ലെന്ന് പറയും. എന്ത് ചെയ്യാ? ഒന്നും അറിയത്തില്ല. നിങ്ങളുടെ റിസോഴ്സ് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് ചേരുന്ന ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. റിസോഴ്സുകൾ നല്ലതായിട്ട് ഉപയോഗിക്കണം. നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആകട്ടെ. കാരണം നല്ല ടീച്ചിങ്സ് നിങ്ങളുടെ മൈൻഡിൽ വെളിച്ചം കൊണ്ടുവരും. എന്തുകൊണ്ടുവരും? മൈൻഡിൽ വെളിച്ചം കൊണ്ടുവരും. നല്ല ടീച്ചിങ് മൈൻഡിൽ വെളിച്ചം കൊണ്ടുവരും, ഭയങ്കര ബലമാക്കി തരും. ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം ചെയ്യുക. ഒരു കിച്ചണിലോട്ട് ഫുള്ള് സാധനങ്ങൾ, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരാളോട് പറയുക, ഒരു ചിക്കൻ കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കുക. മുളക് പൊടി മല്ലിപ്പൊടി കൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ചിക്കൻ കറി ഉണ്ടാക്കുക. ഒരു ചിക്കൻ കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കുക. നിങ്ങൾക്കൊരു 3 മണിക്കൂർ വന്നു. 3 മണിക്കൂറും കൊണ്ട് ഒരാൾ പോയി നിങ്ങളുടെ അതേ ഗ്യാസ് എല്ലാം ഉണ്ടാക്കി നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കി മാറ്റി വെക്കുക. അടുത്ത 2 മണിക്കൂർ കൊണ്ട് ഇതേ കിച്ചണിലോട്ട് ഇതേ മല്ലിപ്പൊടിയും മുളക് പൊടിയും പാത്രങ്ങളും എല്ലാം അടുത്തൊരാളെ കൊടുത്ത് ഈ രണ്ടിൻ്റെ ടേസ്റ്റ് ഒന്നായിരിക്കുമോ? രണ്ടിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും? രണ്ടായിരിക്കും. അല്ല, വേറൊരാളെ കൊണ്ട് ഉണ്ടാക്കിച്ചേ. വേറൊരാളുണ്ടാക്കുമ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരുപോലെ ഇരിക്കുമോ? ഏതെങ്കിലും ടേസ്റ്റ്? പല ടേസ്റ്റുകളാണ്. സെയിം മല്ലിപ്പൊടി മുളക് പൊടി ആണോ ഉപയോഗിച്ചേ? സെയിം സാധനങ്ങളാണോ ഉപയോഗിച്ച്? സെയിമാണ്. കിച്ചൺ സെയിം ആണോ? ആണ്. പാത്രം സെയിം ആണോ? ആണ്. ഓക്കെ, നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സുകൾ നിങ്ങൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്ത് അത് ബെസ്റ്റ് ആയിരിക്കണം. ഓരോരുത്തരുടെ, നമ്മളതിന് പറയും കൈപ്പുണ്യം എന്ന് പറയും അല്ലേ? എന്താ പറയും? കൈപ്പുണ്യം. ഓരോരുത്തരുടെ രീതികൾ. പക്ഷെ നിങ്ങൾ ആരുണ്ടാക്കുന്നതിനേക്കാളും എനിക്കറിയാം ഞാൻ ബെസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. എനിക്ക് ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ അത് ആരും ബെസ്റ്റായി തീരും. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആയിരിക്കണം. ദ ബെസ്റ്റ്. നിങ്ങളുടെ കൈകളുടെ, നിൻ്റെ വിരലുകളുടെ പ്രവർത്തനം, നിൻ്റെ കൈകൾ, എവ്രിതിങ് ബെസ്റ്റ്. നിങ്ങളിത് പുറത്ത് വരും. റിസ്റ്റോർ ചെയ്യും. അപ്പനും അമ്മയ്ക്കിടെ ലൈഫിൽ ഇതെല്ലാം നഷ്ടമായി. അവരിവിടെ ഏരിയകളിലെല്ലാം സ്ട്രഗിൾ ചെയ്തു. എന്തൊക്കെയോ ജീവിച്ചങ്ങ് പോയി, എങ്ങനെയൊക്കെയോ അങ്ങ് സർവൈവ് ചെയ്ത് പോയി. നോ. നിന്നെ സർവൈവ് ചെയ്യാനല്ല ദൈവം വിളിച്ച്. നിന്നെ എക്സലൻസ് ആകാനാണ് ദൈവം വിളിച്ച്. കേട്ടോ, ചില അപ്പനും അമ്മയുണ്ട്, അവർക്ക് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. അവരതേ ലെവലിൽ കിടന്നു. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മതി. അവിടെ മൈൻഡ് അങ്ങനെ ആയിപ്പോയി. ഞങ്ങൾക്ക് ഇതൊക്കെ മതി. ആ മൈൻഡിൽ പോയി. പക്ഷേ മക്കൾ തിരിച്ചറിഞ്ഞിട്ട് ആ കുറ്റി കിടക്കാതെ എക്സലൻസിലേക്ക് പോകണം. നിങ്ങളുടെ മാതാപിതാക്കളുടെ ലെവലും കൂടി ഉയർത്തണം. കേട്ടോ, മോശയുടെ മീതെ അഭിഷേകം തന്നത് മോശയുടെ കെട്ട് പൊട്ടിക്കാൻ മാത്രമല്ല, മോശയുടെയും അപ്പൻ്റെയും അമ്മയുടെയും കൂടെ അടിമത്തം പൊട്ടിക്കാൻ.
കേട്ടോ. അടിമത്തം കൂടി നമ്മളാണ് നമ്മുടെ കെട്ട് പൊട്ടിച്ച് നമ്മൾ വേറെ വഴിക്കോട് പോയി അപ്പനും അമ്മയോടെ കിടക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിന്റെ മേൽ ദൈവം അഭിഷേകം തരുന്നത് നിന്റെ മാത്രം വിടുതലിനല്ല, നിന്റെ കുടുംബത്തിൻ്റെ വിടുതലിനല്ല, ഒരു കൂട്ടമെണ്ണത്തിൻ്റെ വിടുതലിനാണ്. ഒരു കൂട്ടമെണ്ണത്തിൻ്റെ എവിടെയൊക്കെ കെട്ടപ്പെട്ട് കിടക്കുന്നോ അവിടെയുള്ള എല്ലാത്തിൻ്റെയും കൂട്ടമായിട്ടുള്ള ദൈവിക വിടുതലിന് വേണ്ടിയ ദൈവം ഒരുത്തൻ്റെ മേൽ അഭിഷേകം വരും. അതാ ദൈവത്തിന് അഭിഷേകത്തിന് ഗുണം. അപ്പം നിങ്ങളുടെ മേൽ അഭിഷേകം കിട്ടുമ്പം സ്വാർത്ഥത വരല്. എന്തോ വരല്? സ്വാർത്ഥത. കർത്താവ് എൻ്റെ മേൽ അഭിഷേകം പാർന്നു, എന്നെ പോലെ കുറേ പേര് ബ്ലസ്ഡ് ആകട്ടെ, ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ചിലർ വരാൻ പോകാൻ നമ്മളെ ചിലരെ കാര്യങ്ങൾ ഇതെല്ലാം ബാലൻസായിട്ട് പഠിപ്പിച്ചവർ. ചിലർ വന്നിട്ട് നമ്മൾ ഇത്രയും പഠിപ്പിച്ചിട്ട് അവർ നമ്മളെ തൊഴിച്ചിട്ട് പോകും. അവിടെ നിന്നെങ്കിലും ദൈവം കിട്ടി, ദൈവം അവർക്ക് കൊടുത്തോളൂ. പക്ഷേ നീ കൂടുതൽ വീണ്ടും നന്മ ചെയ്തുകൊണ്ടിരിക്കും. നീ നന്മ ചെയ്യുന്തോറും നിന്റെ ജീവിതത്തിന്, നിന്റെ തലമുറകളിലേക്ക് അനുഗ്രഹം പോകും. നന്മ ചെയ്യും. എന്തോ ചെയ്യണം? നന്മ ചെയ്യും. ഉപദ്രവിക്കുന്നവർ കാണാം, ഉപദ്രവിച്ചിട്ട് അവർ പോട്ടെ, അവരും അതിൻ്റെ തലമുറകളും അവർ അനുഭവിച്ചോളും. പക്ഷെ നീ വീണ്ടും അവർക്ക് പകരം ചെയ്യാൻ പോകാതെ നീ വീണ്ടും എന്തോ ചെയ്യണം? നന്മ ചെയ്യണം. അതിൻ്റെ അനുഗ്രഹം എങ്ങനെ കിട്ടും? തലമുറകളിലേക്ക് കൊണ്ടുപോകും. കേട്ടോ, ദൈവവചനം നമ്മളെ പണിയുന്നതാണ്. ദൈവവചനം നമ്മളെ വെളിച്ചെത്തിക്കൊണ്ടിരുന്നതാണ്. കാവല് നഷ്ടമായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും റെസ്റ്റോർ ചെയ്യണം. ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു അനുഗ്രഹം കൂടെ ദൈവസഭയുടെ മീതെ പറയും. എന്തോ അനുഗ്രഹം അറിയാം? നിന്റെ തലമുറയ്ക്ക് മാത്രമായിരിക്കല്ലോ നീ ഒരു അനുഗ്രഹം. നിന്റെ തലമുറയ്ക്ക് മാത്രമായിരിക്കല്ലോ നീ ഒരു അനുഗ്രഹം. തലമുറകൾ മാറിയാൽ പോലും തലമുറകൾ നീ ഓർത്തിരിക്കുന്ന തക്കത്തിൽ നീ ഒരു അനുഗ്രഹമാണ്. അത് അബ്രഹാമിന് കേട്ടോ. തലമുറകൾ ഓർത്തിരിക്കത്തക്ക രീതിയിൽ. ചിലർ ജീവിച്ചു മരിച്ചു കഴിഞ്ഞു, അവരുടെ തലമുറയിലും ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയല്ല. ദൈവത്തോട് ചോദിക്കണം, ഇനിയുള്ള ആയുസ് ഇന്ന് വരെ ചെയ്തതെല്ലാം വിട്ടേ. പിശാച് കൊണ്ടിരുന്ന ആളുകൾ നീ അങ്ങനെ ആയിരുന്നു, അതുപോലെ ആയിരിക്കും. നീ ആ കുറ്റി കിടക്കാൻ പോലെ അതിൻ്റെ മൈൻഡിനകത്ത് പൊട്ടിച്ചോളാം. ഇന്ന് തൊട്ട് പുതിയൊരു തുടക്കം. ഇന്ന് തൊട്ട് അതാ ബൈബിൾ പറയുന്നത്. ഇതാ ഞാൻ ഇന്ന് പുതിയതുള്ളത് ചെയ്യും. പുതിയ ദൈവം തുടങ്ങിത്തരും. പഴയതൊക്കെ വിട്ടേര്. പിശാച് നമ്മളെ പഴയത്തിൽ കൊണ്ടുപോയി നിൽക്കാൻ നോക്കും. നോ അങ്ങനെ നിൽക്കാൻ നോക്കല്ലേ. പിശാച് പറയാം, എൻ്റെ പാസ്റ്റ് ഇസ് പാസ്റ്റ്, എൻ്റെ ഫ്യൂച്ചർ ഭയങ്കര ബ്രൈറ്റാണ്. ഞാൻ അത് നോക്കി ഇത് നോക്കി അത് കളയത്തില്ല. ഇത് നോക്കി നിങ്ങൾ കേൾക്കുന്നുണ്ടോ വല്ലതും? ഇത് നോക്കി അത് നമ്മളെന്താ എടുക്കും? നമ്മൾ അങ്ങോട്ട് പോകും, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നോക്കും, 4 സ്റ്റെപ്പ് പുറകെ വരും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ പണ്ടത്തെ അതിനെ കറക്റ്റ് ചെയ്ത് എന്തോ എൻ്റെ ഭാഷ പറഞ്ഞാൽ പോടാടേ, ദൈവം എന്നെ വിളിച്ച വിളിയിലേക്ക് ഞാൻ പോകും. ലുക്ക് അറ്റ് യുവർ ഫ്യൂച്ചർ. നിന്റെ ഭാവി നോക്കി നീ മുമ്പോട്ട് പോകും. നീ പഴയതിൽ കിടക്കാതെ, അല്ലേ, പഴയ കാര്യങ്ങളിൽ, കോംപ്ലക്സിൽ ഇതിലൊന്നും കിടക്കാതെ നീ മുമ്പോട്ട് പോകും, മുമ്പിലോട്ട് പോകും. ഒരു ഉദാഹരണത്തോടെ പറയട്ടെ, ടൈം അല്പം പോയി. ഈ ചിലർ പഴയ കാര്യങ്ങൾ ഓർത്ത് ആ കോംപ്ലക്സിൽ പോകും, ആ വേദനയിൽ പോകും. പത്രോസിന് ഭയങ്കര മാനസികമായിട്ടൊരു മുറിവേറ്റു. എന്തോ മുറിവെന്നറിയാം? പത്രോസിനേറ്റ മുറിവ്. യേശു കർത്താവ് പറഞ്ഞു, നീ എന്നെ ഇന്ന് കോഴി കൂന്നതിന് മുമ്പേ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നു. പത്രോസ് അങ്ങ് ചെഴുതും പോയി. അന്നേരം ആ കോഴിയും പോയി, ഒരു കോഴിയും പോയി. പത്രോസിന് ഇത് ചിന്തയിലിരിക്കുന്നത്. മറ്റൊരു ദിവസം ഉദാഹരണം, കോഴി പോയോണ്ട് പുള്ളിക്ക് ഭയങ്കര മുറിവായി. പുള്ളിക്ക് അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, പിന്നെയും വന്നു കഴിഞ്ഞു. പക്ഷെ പിന്നെ എവിടെ കോഴി കൂന്ന കേൾക്കുമോ പുള്ളി അന്നേരം മൊത്തം എനർജിയും പോയി, മൊത്തം പോയി. കോഴി കൂന്ന കേൾക്കുമ്പോൾ പുള്ളി എല്ലാം പുറയിലോട്ട് പോകും, കഴിഞ്ഞു. പന്തക്കോസ്തുനാളിന് അന്ന് അഭിഷേകവും കിട്ടി. അഭിഷേകം എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴും ഞാൻ തമാശ പറയാം, ഒരു കോഴി കൂവി, പുള്ളി അതോടുകൂടെ മൊത്തം പുറകെ പോയി. പുള്ളിക്ക് എവിടെ കോഴി കൂന്ന കേൾക്കുമോ അന്നേരം പുള്ളി പുറകെ പോകും. പുള്ളിക്ക് മുമ്പിലോട്ടുള്ള ഭാവി നോക്കത്തില്ല, പുറകെ പോകും. മറ്റൊരു ദിവസൻ്റെ വാക്കാ, ഒരു ദിവസം പുള്ളി തീരുമാനിച്ചു, ഇനി ഏതെങ്കിലും കോഴി കൂവിയ, കാരണം എൻ്റെ മേൽ അഭിഷേകം വന്നു. പുള്ളി ഇങ്ങനെ പ്രസംഗിക്കാൻ അങ്ങോട്ട് കയറിക്കൊണ്ട് നിന്നപ്പോൾ ഒരു കോഴി കൂവി. പുള്ളി തമാശ പറയുന്നത് കേട്ടോ. പുള്ളി പറഞ്ഞു, കോഴി ഇനി നീ മേലി കൂവിയ നിന്നെ ഞാൻ കബാബാക്കും, നീ കൂവേണ്ടി വരത്തില്ല, കാരണം എൻ്റെ ഫ്യൂച്ചർ വലുതാണ്.
നിന്റെ കൂവൽ കേട്ടോട്ട് ഞാൻ, മനസ്സിലാകുന്നുണ്ടോ? പുറകിലോട്ട് പോകാൻ ഞാനില്ല. ഇനി നീ കൂവിയാൽ നിന്നെ ഞാൻ കബാവാക്കും. നിന്നെ ഞാൻ കോഴിയെ കൊന്നുകളയും, നിന്നെ ഞാൻ കബാവാക്കും. ഇനി മേല് നീ കൂവിയേക്കൽ. കോഴി കൂവം ഫ്യൂച്ചർ കാണത്തില്ല, പിന്നെ പുള്ളി പഴയതാ കാണും. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും കോഴി ഇരുന്ന് കൂവി പുറകിലോട്ട് പോകാൻ, പഴയത് ഓർത്ത് പുറകിൽ പോവാതെ ലുക്ക് അറ്റ് യുവർ ഫ്യൂച്ചർ. കേട്ടോ, റെസ്റ്റോറേഷൻ സംഭവിക്കട്ടെ. എൻ്റെ അപ്പനും അമ്മയ്ക്കും അങ്ങനെ പറ്റി, അതുകൊണ്ട് എനിക്കും അങ്ങനെ പറ്റത്തുള്ളൂ. അങ്ങനെ നിനക്ക് പറ്റത്തില്ല. നിന്റെ നാട്ടുകാർക്ക് അങ്ങനെ പറ്റി, അതുകൊണ്ട് നിനക്ക് ആ നാട്ടിലുള്ള മൊത്തം പേർക്കും പറ്റില്ല, നിനക്കങ്ങനെ പറ്റത്തില്ല. കേട്ടോ, നമുക്ക് പ്രാർത്ഥിക്കാം. നീ ഒരനുഗ്രഹമായിരിക്കട്ടെ. റിസ്റ്റോറി, കാവൽ റിസ്റ്റോറി. എത്ര ഏരിയകൾ റിസ്റ്റോർ ചെയ്യണം? എല്ലാ ഏരിയയിലും റിസ്റ്റോറി. ക്ലെയിം ചെയ്തു, ആഴത്തിൽ ക്ലെയിം ചെയ്തു. ഞാനങ്ങനെ നാണമില്ലാതെ ഞാൻ ക്ലെയിം ചെയ്യും. നിങ്ങളെല്ലാം കൂടെ എന്തൊക്കെ ചിരിച്ചാലും, നിങ്ങളെല്ലാം കൂടെ എന്നെ എത്ര കുറ്റം പറഞ്ഞു, നാളെ നിങ്ങൾ തന്നെ തിരിച്ചു പറയും. നാളെ നിങ്ങൾ തന്നെ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. കുറ്റം പറഞ്ഞവനല്ലേ ഇന്ന് എൻ്റെ ബൈബിൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക. നാണമില്ലാതെ ദൈവവചനത്തെ ക്ലെയിം ചെയ്യും. നാണമില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ അവരെന്ത് ചിന്തിക്കും, ഇവർ ആര് വേണം നിൻ്റെ സർട്ടിഫിക്കറ്റ്? എന്നെ വിളിച്ചത് ദൈവമാണ്, ഞാൻ അവൻ്റെ മകനാണ്. അതിനർത്ഥം എൻ്റെ